ഈ അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായും ശുഭമായും ഇരിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ ദാസൻ കുടുംബം ചർച്ചിലെ ദൈവമക്കൾക്ക് എല്ലാവർക്കും വന്ദനം. ചില മാസങ്ങൾക്ക് മുമ്പേ ഒരു പ്രാവശ്യം നമുക്കൊന്നിച്ചിവിടെ ആരാധിപ്പാൻ അവസരം ലഭിച്ചു. അതിനു മുമ്പേ 7 കൊല്ലം മുമ്പേ ഞങ്ങൾ ചർച്ചിൽ വന്നിരുന്നു, ദൈവദാസൻ്റെ കൂടെ താമസിച്ചു. അന്ന് നമുക്കൊരുമിച്ച് കൂട്ടായ്മകൾ ലഭിച്ചു. അങ്ങനെ സംവത്സരങ്ങൾ കടന്നുപോയെങ്കിലും മാറ്റമില്ലാത്ത ദൈവം നമ്മോട് കൂടെ ഇരുന്ന് ഇവിടെ വരെ കൊണ്ടുവന്നു. നല്ല എബനേസറായി കർത്താവ് കൂടെയിരുന്നു. ഹല്ലേലൂയ. കൊടിയ തണുപ്പും സ്നോയും ഒക്കെ ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ അതിൻ്റെ നടുവിലുള്ള സ്ട്രഗിൾ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ സ്ട്രഗിളിൻ്റെ എല്ലാ നടുവിൽ നിങ്ങൾ ഇത്രയും പേര് വന്നല്ലോ. ദൈവം നിങ്ങളെ ആദരിക്കട്ടെ. ഇവിടെ ജനിച്ചു വളർന്ന് വർഷങ്ങളായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു സ്ട്രഗിളായിട്ട് തോന്നത്തില്ലായിരിക്കും. എന്തായാലും ഇവിടെ മഴയായാലും വെയിലായാലും മഞ്ഞായാലും എന്തായാലും കർത്താവിന് വേണ്ടി നിന്നേ പറ്റൂ. പ്രകൃതിയൊന്നും നമുക്ക് ബാധകമല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചർച്ചിനെ അനുഗ്രഹിക്കട്ടെ. പുതിയ ഈ പ്രമിസസ് ദൈവം നിങ്ങൾക്ക് നൽകിയല്ലോ. സന്തോഷമായി അനുഗ്രഹമായി ധാരാളം പുതിയ പുതിയ ആത്മാക്കൾ, കുടുംബങ്ങൾ, വ്യക്തികളൊക്കെ ചർച്ചിലേക്ക് കടന്നു വന്ന് സഭയെ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ, ഈ യങ്സ്റ്റേഴ്സിനെയൊക്കെ കൃപയിൽ വളരുമാറാക്കട്ടെ. നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ കർത്താവ് നിങ്ങൾക്ക് നന്മ നൽകും, ഐശ്വര്യമായി നിങ്ങളെ നടത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞങ്ങളും സുഖമായി ശുഭമായിരിക്കുന്നു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത മാസം കറക്റ്റ് ഈ ദിവസം ഞങ്ങൾ യാത്രയിലായിരിക്കും. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. നാളെ രാവിലെ വരുവാൻ കർത്താവിൻ്റെ ദാസൻ ഞങ്ങളോട് ക്ഷണിച്ചിട്ടുണ്ട്. നാളെ നമുക്കൊന്നിച്ച് ആരാധിക്കുകയും ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാമോ? ക്രിസ്തീയ ജീവിതത്തിൻ്റെ 4 ആംഗിൾസ് അല്ലെ 4 ഫേസസിനെ കുറിച്ച് മുഖവുരയായിട്ട് ഞാൻ പറയാം. ക്രിസ്തീയ ജീവിതം 4 ആംഗിളുകളിൽ കാണുവാൻ കഴിയും, അല്ലെങ്കിൽ 4 ഫേസസ് ഉണ്ട്. 1, ക്രിസ്തീയ ജീവിതത്തിനെ ഒരു മരുഭൂമി യാത്രയ്ക്ക് തുല്യമായി കാണാം. 2, ഇതൊരു സമുദ്രയാത്രയ്ക്ക് തുല്യമായി കാണാം. 3, ഇതൊരു ഓട്ടക്കളത്തിന് സാദൃശ്യമാണ്. 4, ഇതൊരു യുദ്ധക്കളമാണ്. 4 കാര്യങ്ങളെന്ന് പറയാമോ? സമുദ്രയാത്ര, മരുഭൂമി യാത്ര, ഓട്ടക്കളം, യുദ്ധക്കളം. ഇന്ന് നമ്മൾ സമുദ്രയാത്ര എന്ന വിഷയമാണ് ചിന്തിക്കാൻ പോകുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു സമുദ്രത്തിലൂടെയുള്ള യാത്ര, മറുകര ലക്ഷ്യമാക്കിക്കൊണ്ട് കാറ്റും കോളും പലതുമുള്ളതായ സമുദ്രത്തിലൂടെ അതിനെ ഭേദിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് അതിനെ ഭേദിച്ച് നമ്മൾ മറുകര അണയുന്നു. ക്രിസ്തീയ ജീവിതത്തിനായിട്ട് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു. കർത്താവിൻ്റെ സ്നേഹച്ചിറകടിയിൽ മറയ്ക്കുന്നു. താൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് ഈ യാത്ര തുടരുന്നു. കർത്താവ് കൂടെയുണ്ട്. നമ്മെ തനിച്ചാക്കിയിട്ട് പോകുന്നവനല്ല, നമ്മുടെ കൂടെയുണ്ട്, മുൻപിലുണ്ട്, പിൻപിലുണ്ട്. അവൻ നമ്മെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, ആലോചനയാൽ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നമ്മളെ കൈക്കൊള്ളുകയും ചെയ്യും. ഉറപ്പായ ഗ്യാരൻറ്റികൾ തന്നിട്ടുണ്ട് ഈ വചനത്തിലൂടെ. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോഴൊക്കെ കേരളത്തിലൊക്കെ സംഭവിക്കുന്നതാണ്. ഗ്യാരൻറ്റി, വാറൻറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറയുമെന്നല്ല, അരക്കാശിൻ്റെ ഗുണമില്ല, ചുമ്മാതെ പറയുന്നതേ ഉള്ളൂ. ഗ്യാരൻറ്റിയുമില്ല, വാറൻറ്റിയുമില്ല. അതുകൊണ്ട് ചെല്ലുമ്പോൾ പറയും അത് അങ്ങോട്ട് ചെല്ലട്ടെ. എൻ്റെ ജ്യേഷ്ഠന് ഒരു അഡിദാസിൻ്റെ ഒരു ക്യാൻവാസ് ഷൂ വാങ്ങിച്ചു. പുള്ളി ബാഡ്മിൻ്റൺ പ്ലെയർ ആയിരുന്നു. അത് വാങ്ങിച്ചു. തിരുവല്ലയിൽ ഒരു കടയിൽ ചെന്ന് വാങ്ങിച്ചു. അപ്പം പറഞ്ഞു ഇതിൻ്റെ ഗ്യാരൻറ്റിയാണ്, പേപ്പറാണ്, എല്ലാം ഫില്ല് ചെയ്തു കൊടുത്തു. പുള്ളി ഒരു പ്രാവശ്യം കളിച്ചു. 2ാമത്തെ പ്രാവശ്യം ചാടി ഇതടിച്ചു. ഇതിൻ്റെ സോള് പറഞ്ഞ് അപ്പുറത്ത് അവിടെ കിടപ്പുണ്ടായിരുന്നു. 2ാമത്തെ കളിയിൽ പുള്ളി ആൾ സ്മാർട്ടാണ്. ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ചീഫ് എഞ്ചിനീയർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ. അപ്പം പുള്ളി ബില്ലെല്ലാം സൂക്ഷിക്കുമായിരുന്നു. ബില്ലുമായിട്ട് ഈ സൂത്രവുമായിട്ട് പൊതിഞ്ഞ് കെട്ടി കടയിൽ ചെന്നു. വേണ്ട, നിങ്ങൾ തന്ന ഷൂ 2 കഷണമായിരിക്കുന്നു. അതെനിക്ക് എന്തായാലും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഗ്യാരൻറ്റി ഉണ്ടല്ലോ. ഓക്കെ സാർ, എല്ലാം ഉണ്ട്. ഞങ്ങൾ ബോംബെക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് റിപ്ലൈ വരട്ടെ. ഓക്കെ, ഞാൻ ഇനി എന്നാ വരേണ്ടത്? 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ശരി, 2 ആഴ്ച കഴിയുമ്പോൾ ഞാനിവിടെ വരും. അദ്ദേഹം പോയി 2 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞു, സാറേ അവിടുന്ന് ഒരു മറുപടി ഇതുവരെ വന്നില്ല, ഞങ്ങൾ കോണ്ടാക്റ്റിലാണെന്ന് പറഞ്ഞു. ശരി, ഇനി ഞാൻ എപ്പോഴാണ് വരേണ്ടത്? സാർ ഒരു 10 ദിവസം കഴിയുമ്പം വരണമെന്ന് പറഞ്ഞു. 10 ദിവസം കഴിയുമ്പോൾ ഞാൻ വരും. ഓക്കെ സാറ് വരണം. 10 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേ ഒരനക്കവുമില്ല. പുള്ളി പറഞ്ഞു, കൺസ്യൂമർ കോർട്ടിൽ നമുക്കിനി കാണാമെന്ന് പറഞ്ഞു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഒരു കോർട്ടുണ്ട് അവിടെ നമുക്കിനി കാണാമെന്ന് പറഞ്ഞു. അവർ വിചാരിച്ചു
ചുമ്മാ പറയുക, പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ പറയാം. പുള്ളി നേരെ കൺസ്യൂമർ കോർട്ടിൽ ചെന്നുവെച്ച് കംപ്ലയിൻ്റ് എഴുതി അങ്ങോട്ട് കൊടുത്തു. ബില്ലിൻ്റെ കോപ്പിയെല്ലാം അങ്ങോട്ട് കൊടുത്തു. ഇവരുമായിട്ട് കൊണ്ട് ആ കൺസ്യൂമർകാരോട് ചോദിച്ചു, കോർട്ടിൽ ചോദിച്ചു, സാർ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വിളിക്കാം, എനിക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം, റിട്ടയർഡല്ലേ. അവിടെ ചെന്നപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരനക്കവുമില്ല, മൈൻഡ് ചെയ്യുന്നില്ല. കൺസ്യൂമർ കോടതിയെ മൈൻഡ് ചെയ്യുന്നില്ല. അവർ പറഞ്ഞു, ജസ്റ്റ് ഗിവ് മീ 7 days. ആ 7 days കഴിഞ്ഞു. അറസ്റ്റ് വാറൻ്റ് അങ്ങോട്ട് അയച്ചു. അപ്പം കിടുങ്ങിപ്പോയി. ദൈവമക്കളെ, ആ ഷൂസിൻ്റെ വിലയും അതിൻ്റെ ഡബിൾ തനിക്കുണ്ടായ മാനസിക വിഷമമോ ഈ പോയി വരുവാനുണ്ടായ എക്സ്പെൻസും എല്ലാം കൂടെ ഒരു 4,000 rupees എടുത്ത് കയ്യിൽ കൊടുത്തു. അവരോട് പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഞാൻ ഇന്നതുപോലെ ചെയ്യും, ഇതാണ് അവിടുത്തെ വാറണ്ടി. പക്ഷേ ഈ പുസ്തകം മുഴുവൻ ഗ്യാരൻറ്റിയാണ്, പ്രോമിസസ്. പറഞ്ഞവൻ മനുഷ്യനല്ല, ദൈവമാണ്. ദൈവം നമുക്കൊരു വാക്ക് തന്നാൽ മാറ്റമില്ല. ദൈവം നമ്മെ കൈക്ക് പിടിക്കാമെന്നും വീട്ടിൽ കൊണ്ടെത്തിക്കാമെന്നും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ്. 1000 വിശുദ്ധന്മാർ ഈ ലോകമാകുന്ന സമുദ്രത്തിൽ യാത്ര ചെയ്ത് തീരത്തണഞ്ഞു. 1000കണക്കിന് 10,000ങ്ങൾ തീരമണഞ്ഞു. നമ്മൾ യാത്രയിലാണ്. ഹല്ലേലൂയ. നാമും ഒരു ദിവസം തീരത്തണയും. ഏറ്റവും കുറഞ്ഞത് 2 ലക്ഷം എയ്റോപ്ലെയിൻ ഒരു മോമെൻറ്റിൽ അന്തരീക്ഷത്തിലുണ്ട്. 2 ലക്ഷം എയ്റോപ്ലെയിൻ ഒരേ മോമെൻറ്റിൽ അന്തരീക്ഷത്തിൽ കറങ്ങുന്നുണ്ട്. യാത്രയാണ്. അതിലേതെങ്കിലും ഒരെണ്ണം ക്രാഷായ ലോകം മുഴുവൻ അറിയും. പക്ഷേ ആ ഒരെണ്ണം ഒഴിച്ച് ബാക്കി മുഴുവൻ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ലക്ഷ്യത്തിലിറങ്ങുക. അത് വാർത്തയല്ല. ഏതെങ്കിലും ഒരുത്തൻ, അനേക കോടിക്കണക്കിന് ഭക്തന്മാർ തീരത്തണഞ്ഞു. ആരെങ്കിലും തെറ്റിപ്പോവുകയോ തലകുത്തി വീഴുകയോ എന്തെങ്കിലും കുഴപ്പത്തിലകപ്പെട്ടിരുന്ന അത് മുഴുവൻ ലോകം മുഴുവൻ അറിയും. പക്ഷേ അറിയുന്നില്ലെങ്കിലും ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ തീരമണഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ ഒരു വാക്യഭാഗം നമുക്ക് വായിക്കാം. 107 സങ്കീർത്തനമാണ്. അവിടെ ഈ മെസ്സേജിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം ഞാൻ വായിക്കുന്നു. Psalm 107, 29 and 30. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവരുടെ ഡെസ്റ്റിനേഷനിൽ അവരെ എത്തിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കൊരു ഡെസ്റ്റിനേഷനുണ്ട്. നമ്മൾ പുറപ്പെട്ടവരാണ്. ദൈവം നമ്മളെ പുറപ്പെടുവിച്ചു. നാം ആ ഡെസ്റ്റിനേഷനിൽ ഒരു ദിവസം എത്തും. അവിടെ എത്തിക്കുകയില്ലെന്ന് പറയുന്നൊരു ശക്തി ഇവിടെയുണ്ട്. നമ്മെ അവിടെ എത്തിക്കുകയില്ലെന്ന് പറഞ്ഞ് മാർഗതടസ്സങ്ങളുണ്ടാക്കി, എന്തെങ്കിലുമൊക്കെ തകരാറുകളും തകർച്ചകളുമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കുകയില്ല. കുഞ്ഞുങ്ങളെ ഒന്ന് നിയന്ത്രിക്കാമോ? എത്തിക്കുകയില്ലാന്ന് തീരുമാനിച്ചുകൊണ്ട് അന്ധകാര ശക്തികൾ അതിൻ്റെ സകല ബലത്തോടും കൂടെ ഇവിടെ വ്യാപരിക്കുമ്പോൾ, ഞങ്ങളിന്ന് പ്രിയപ്പെട്ട ബിജു സുമി ഞങ്ങളെ കളക്ട് ചെയ്തിരുന്നു. അജു വന്നപ്പോൾ ഞങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയാനിടയായി. Satan rules, but God, അവനിവിടെ എല്ലാം വാഴുക. സകല ലോകവും പിശാചിൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. പക്ഷേ അവൻ അനങ്ങണമെങ്കിൽ മേളിൽ നിന്ന് അവന് പെർമിഷൻ വേണം. എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചോ, എൻ്റെ ദാസനായ ഇയ്യോബിന് പിന്നെ നോക്കി അവൻ നല്ല മിടുമിടുക്കനായിട്ടിരിക്കുന്നു. ചുമ്മാതല്ല നീ മിടുക്കന, നീ അവന് പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകി. ശരി, ഈ സംഭാഷണമൊന്നും ഇയ്യോബ് അറിയുന്ന പോലുമില്ല. ആ പാവം കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുക. അങ്ങനെ ഇയ്യോബിൻ്റെ ജീവിതത്തെ അടിമുടി തകർക്കുവാനായിട്ട് പിശാചിന് ആഗ്രഹം. പിശാച് ആർക്കും ഇന്ന് വരെ ഒരു നന്മയും ചെയ്തിട്ടില്ല. പിശാച് ആരെയും സ്നേഹിക്കുന്നില്ല, എല്ലാവരെയും വെറുക്കുകയും എല്ലാവരെയും നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അറുപ്പാനും 3 സ്പെഷ്യലൈസേഷനാണ്. 3 അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും. ഇതവൻ്റെ കലാപരിപാടിയാണ്. പക്ഷേ ആ പരിപാടി കൊണ്ട് നടക്കുമ്പോൾ ദൈവമക്കൾക്കൊരു നാമം, ആ പാട്ട് തുടരെ പറഞ്ഞല്ലോ, ഒരു നാമം നൽകിയിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ നാമം. ആ നാമം കേൾക്കുമ്പോൾ തമ്പിന്നോ ജോണിന്നോ കേട്ടാൽ അവനൊന്നും പേടിയൊന്നുമില്ല.
ട്രംപെന്ന് കേട്ടാലും പേടിയില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നാമം കേൾക്കുമ്പോൾ ഇങ്ങനെ ഇല പോലെ അവൻ വിറയ്ക്കും. ആ നാമം നമുക്ക് തന്നിരിക്കുകയാണ്. ജസ്റ്റ് യൂസ് ദാറ്റ് നെയിം. ആ നാമം എന്തുവാ മൂന്നാമത്തെ കൽപ്പന, വൃഥാ എടുക്കരുതെന്നേ ഉള്ളൂ. പക്ഷേ യൂസ് ചെയ്യാൻ തന്നിരിക്കുന്ന നാമമാണ്. പിശാച് പോരാടും, പക്ഷേ നാം അതിനെ ജയിക്കും. നിങ്ങളുടെ വീട്ടിൽ ചവിട്ടുമെത്തയില്ല, കയറുമ്പം ഇപ്പം സ്നോയൊക്കെ ചവിട്ടുന്ന ആ സ്ഥാനമേ ഉള്ളൂ പിശാചിന്. സ്നോ എല്ലാം പിടിച്ച് നമ്മൾ അതേ കിടന്ന് ചവിട്ടുന്ന. ഇതിനായി ഇട്ടിരിക്കുന്നത് പാമ്പുകളെയും ശത്രുവിൻ്റെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. തരുമെന്നല്ല, തന്നിരിക്കും. അത്ര പരമാധികാരിയായവൻ അവൻ്റെ അധികാരം നമുക്ക് ഇമ്പാർട്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഉപയോഗിച്ചാൽ മാത്രം മതി ദൈവമക്കളെ. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. തിരുവെഴുത്തിൽ പരിശോധിക്കാമെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെള്ളത്തിലൂടെ സഞ്ചരിച്ച നിരവധി കേസുകൾ കാണാൻ. വലിയ സമുദ്രത്തിലൂടെ പോയവരുണ്ട്, പർവ്വതങ്ങൾക്ക് മീതെ പൊങ്ങിയ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ പോയവരുണ്ട്. ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലേ? യേശുവിനോട് കൂടെ സമുദ്രത്തിൽ പോയപ്പോൾ സന്ദർഭമുണ്ട്. അതേ കടലിൽ യേശു കൂടെ ഇല്ലാതെ പോയ സന്ദർഭങ്ങളുണ്ട്. പിന്നെ ഒരു അച്ചായനോട് പറഞ്ഞു, നീ അവിടെ ചെന്ന് പറയണം, അവിടെ ഒരു 1,20,000 പേര് ഇങ്ങനെ വാൾത്തലയിൽ നിൽക്കുകയാണ്, നീ ചെന്ന് പറയാമെങ്കിൽ അവർ രക്ഷപ്പെടും. അച്ചായൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോയി. ആ അച്ചായൻ്റെ പേരെന്തുമായിരുന്നു? യോനാചാൻ. അങ്ങനെ ഒത്തിരി സമുദ്ര യാത്രയെക്കുറിച്ചുണ്ട്. ഒരു 276 പേരെയും കൊണ്ട് ഒരു കപ്പൽ പോയിട്ടുണ്ട്. അന്ന് സ്റ്റീമില്ല, പിന്നെന്തുവാ, ആറ്റമിക് എനർജി ഇല്ല, വെറും പായ്ക്കപ്പലേൽ, കാറ്റടിക്കുന്ന കപ്പലിൽ 276 പേരെയും കൊണ്ട് പോയ ഒരു യാത്രയുണ്ട്. ഇതിലെ ചിലതൊക്കെ നമുക്കൊന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തേത് ഏതാണെന്നറിയാമോ? നോഹ. ലോകത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ കപ്പൽ നോഹയുടെ കപ്പലായിരുന്നു. അതിൻ്റെ ഡയമെൻഷൻസ്, അതിൻ്റെ ഓരോ തടിയുടെ ഏത് തടി വേണം. ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകം. ഇപ്പം ഞാൻ ചിന്തിക്കുക, ഗോഫർ മരത്തേക്കാൾ നല്ല നമ്മുടെ തേക്ക്. അത് ഞാനല്ല തീരുമാനിക്കുന്നത്, ദൈവം എന്തോ പറഞ്ഞോ. ഈ കിഴിഞ്ഞ് ദൈവത്തെ ചോദ്യം ചെയ്യാനായിട്ട് നമ്മുടെ സമയം കളയരുത്. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് കർത്താവ് പറഞ്ഞതെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതങ്ങനുസരിച്ചാൽ മതി. അതിൻ്റെ റിസൾട്ട് ഉറപ്പായി കാണും. എന്തുകൊണ്ടാണ് 10ാമത്തെ തലമുറയായതേ ഉള്ളൂ? 10ാമത്തെ തലമുറ. അതിൻ്റെ 9ാം തലമുറയിൽ നോഹയുടെ അപ്പൻ്റെ പേര് ആർക്കെങ്കിലും പറയാമോ? ലാമെക്ക്. ലാമെക്ക് പറയുകയാണ്, യഹോവ ശപിച്ച ഭൂമിയിൽ ഇവൻ നമ്മളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞവന് നോഹയെന്ന്. അപ്പോൾ 9ാം തലമുറയിൽ ഒരാശ്വാസവും ഇല്ല. അതിനു മുമ്പത്തെ കാര്യം, 7ാം തലമുറയിലാണ് ഹാനോക്ക് ജീവിച്ചത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ. 2 പേർ ഒരുമിച്ച് നടക്കണമെങ്കിൽ ആശയം തമ്മിൽ ഒക്കണം. അവരുടെ ചിന്തകളും വിചാരങ്ങളൊക്കെ, അല്ലെങ്കിൽ 5 മിനിറ്റിൽ കൂടുതൽ നടക്കത്തില്ല, രണ്ടും 2 വഴിക്ക് പിരിയും. 300 സംവത്സരമൊക്കെ ദൈവത്തോട് കൂടെ ഒരു ഭക്തൻ നടന്നെന്ന് പറഞ്ഞാൽ ആ ഭക്തൻ അതുപോലെ ദൈവമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ദൈവം നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവം മാറാനൊക്കത്തില്ല. നാം ദൈവ സ്വഭാവമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ആ യാത്രയിൽ അങ്ങനെ ഒരു ഭക്തൻ ജീവിക്കുമ്പോൾ അതേ തലമുറയിൽ ലാമേക്ക് എന്ന് പറഞ്ഞ വേറൊരച്ചാനുണ്ടായിരുന്നു. ആ അച്ചാൻ്റെ കാര്യം നമ്മുടെ തിരുവഴുത്തിലുണ്ട്. അവൻ പറഞ്ഞത്, അവരുടെ കുടുംബ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ബൈബിൾ എടുക്കും, പാട്ടുപുസ്തകം എടുക്കും, നമ്മുടെ കൊച്ചുങ്ങളെ വിളിക്കിരുത്തി നമ്മൾ നല്ല സ്തോത്രഗീതം പാടും. അവൻ്റെ കുടുംബ പ്രാർത്ഥന ആദേ, ഒരു ഭാര്യയുടെ പേര് ആദ, മറ്റേത് സില്ല. ആദയും സില്ലയും ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. പിള്ളേരെ വിളിച്ചു. എന്നിട്ട് പറയുന്നത്, എൻ്റെ മുറിവിന് വരെ ഞാൻ അവനെ തട്ടും വെട്ടും കൊല്ലും തല. ഇതാ കുടുംബ പ്രാർത്ഥന. ആ കാലഘട്ടത്തിലാണ് ഹാനോക്ക് ജീവിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ ഹാനോക്ക് പ്രാർത്ഥിച്ചു പാടിയാൽ അവനെ നിലത്ത് നിർത്തിയില്ലെന്നാ യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞ്. ഹാനോക്ക് ഇത്ര ഭക്തനായി ജീവിക്കുന്ന ആ ഭക്തനെ നിലത്ത് നിർത്തിയില്ല. അങ്ങനെ നമ്മളെ വിടുമോ? ഹാനോക്ക് നേരോടും നീതിയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ജീവിച്ച മനുഷ്യനെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തമെന്ന് പറഞ്ഞ് ഹാനോക്ക് ദൈവം വരുന്ന കാര്യം പറഞ്ഞു. ആ തലമുറ പാകമായി. എന്തിനാണെന്നറിയാമോ? 10ാം തലമുറയായപ്പോൾ പാകമായി. ചില ഫലങ്ങളൊക്കെ പാകമായൊന്ന് നമ്മൾ അറിയും. നാട്ടിൽ ചെല്ലുമ്പോൾ നല്ലൊരു ചക്ക, ആ ചക്ക പാകമായി
വിളഞ്ഞു എന്നെങ്ങനെ അറിയുന്നത്? അതിനൊക്കെ അതറിയാവുന്നതുണ്ട്. അതല്ലേ അതിൻ്റെ അടിവശം തൊടുമ്പോൾ അതിൻ്റെ മുള്ളിൻ്റെ മൂർച്ച കുറഞ്ഞു, ഇച്ചിരി അരക്കൊന്ന് വെട്ടാമെങ്കിൽ വെള്ളവും കൂടെ ഏത്തക്കൊല പാകമായെന്നെങ്ങനെ അറിയുന്നത്? അതേ പുള്ളി ഇങ്ങനെ നോക്കും, അച്ചാൻ ചെന്നിട്ട് ഏത്തക്കൊലയെ നോക്കും, അതിൻ്റെ ഒരു കായൊക്കെ ഇങ്ങനെ പൊട്ടി, ഓ ശരി കാവളെ. അപ്പം പാകമായി എന്തിനാണെന്നറിയാം? മുക്കിക്കൊല്ലാൻ. നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമി പാകമായി എന്ന് യഹോവ കണ്ടു. വായിച്ചു നോക്കിയ ഉൽപ്പത്തി 6-ാം അധ്യായം 11. എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. 10-ാം തലമുറയായതേ ഉള്ളൂ. ഇതുപോലെ 800 കോടി ജനം അന്നായിട്ടില്ല, പക്ഷേ ലക്ഷക്കണക്കിന് ജനമുണ്ട്. ഈ ജനത്തിൻ്റെ ജീവിത ശൈലി 2 കാര്യങ്ങൾ. എർത്ത് വാസ് ഫുൾ ഓഫ് വയലൻസ് ആൻഡ് എർത്ത് വാസ് കറപ്റ്റഡ്. എങ്ങനെയുണ്ട്? എർത്ത് വാസ് ഫുൾ ഓഫ് വയലൻസ്, ഇറ്റ് വാസ് കറപ്റ്റഡ്. ഇന്ന് നമ്മുടെ തലമുറ നോക്കാമെങ്കിൽ ഇത് രണ്ടും അതുപോലെ വന്നിരിക്കുക. കറപ്ഷൻ ആൻഡ് വയലൻസ്. എവിടെയും വയലൻസാണ്. അയ്യോ, ന്യൂസൊന്നും തുറക്കാനൊക്കത്തില്ല. ഇവിടെ നിങ്ങൾ യൂട്യൂബ് കാണുന്നുണ്ടായിരിക്കും, മലയാളം ന്യൂസൊക്കെ കാണും. എൻ്റെ ദൈവമക്കളെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുക, അപ്പനെയും അമ്മയൊക്കെ ബാർബിക്യൂ ഉണ്ടാക്കുന്നു, പിന്നെ ഇറച്ചിക്കട നടത്തുന്നു, ഭയങ്കര പരിപാടി നടക്കുകയാണ്. കോളേജിലൊരു കൊച്ചിനെ വിടാനൊക്കത്തില്ല, അവിടെ ഇട്ട് റാഗ് ചെയ്യുകയാണ്. പരീക്ഷ ആകുമ്പം ഇത് മുഴുവൻ കോപ്പി അടിച്ചുകൊണ്ട് അതിഭയങ്കര വയലൻസും റാഗിങ്ങും സകല തോന്നിയവാസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ചിന്തിക്കാനൊക്കാത്ത പെറ്റമ്മ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് നമുക്ക് ഓർക്കാൻ പോലും, ഒരമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ഒക്കുമോ എന്ന് തോന്നിപ്പോകും. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുക. ഭൂമി മുഴുവൻ വയലൻസ് കൊണ്ട് നിറഞ്ഞു. അതുമാത്രമല്ല, കറപ്ഷനാണ്, ടോട്ടൽ കറപ്ഷൻ. ആ തലമുറയിൽ അങ്ങനെ പോയപ്പോൾ സകല ജഡവും വഴി വഷളാക്കി ദൈവം ഇൻ്റർഫിയർ ചെയ്തു. ആദ്യത്തെ വെള്ളവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഞാൻ പറയുന്നത്. ദൈവം പറഞ്ഞു, സകല ജഡത്തിൻ്റെ അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഈ പരിപാടി ഞാൻ സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് ദൈവം പറഞ്ഞത്. പിന്നെ താൻ ആരോടാണ് ഇടപെടുന്നതെന്നറിയാമോ? അവിടെ ഇരുന്ന സകല അധർമ്മികളോടുമല്ല ഇടപെടുന്നത്, ഒരാൾ ദൈവത്തോട് കൂടെ നടക്കുന്നു. 10-ാം തലമുറക്കാരൻ നോഹ, നീതിമാനും നിഷ്കളങ്കനും, അവൻ ദൈവത്തോട് കൂടെ നടക്കുന്നു. 7-ാം തലമുറയിൽ ഒരുത്തന് നടക്കാമെങ്കിൽ 10-ാം തലമുറയിൽ നടക്കാം. 10-ാം തലമുറയിൽ നടക്കാമെങ്കിൽ ഈ തലമുറയിൽ നമുക്ക് നടക്കാം. പ്രൈസ് ദ ലോർഡ്. നമുക്ക് അസാധ്യമായ ഒരു കാര്യം ചെയ്യാൻ ദൈവം പറയത്തില്ല, നമുക്ക് ചെയ്യാൻ ഒക്കുന്ന കാര്യമേ പറയത്തുള്ളൂ. അങ്ങനെ ഈ ഭക്തനോട് ദൈവം ഇരിഞ്ഞു വരാൻ പറഞ്ഞു. വയസ്സ് 500 500-ാം വയസ്സിലാണ് ഒരു വലിയ ടാസ്ക് ഏൽപ്പിക്കുന്നത്. കേട്ടോ, വലിയൊരു ടാസ്കാവും, അതിഗംഭീരമായൊരു ടാസ്ക്. നീ വരണം, നീ ഞാൻ പറയുന്നത് പോലെ ഡയമെൻഷൻസ് എല്ലാം കൊടുത്തു. ഇതുപോലൊരു ആർക്ക് പെട്ടകം നീ ഉണ്ടാക്കണം. ഭൂമിയിലെ 1-ാമത്തെ കപ്പലാണ്. അതിൻ്റെ ഒരു കോപ്പി ഇപ്പം എവിടെ ഇരിക്കുന്നു? കെൻഡക്കിയിലുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെന്ന് പോയി കാണുന്നല്ല. ഈ ടാസ്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. വയ്യാന്ന് പറഞ്ഞോ? എബ്രായർ 11-ലും 2 പീറ്ററിൽ നാം വായിക്കുന്നത്, അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് നോഹ വിശ്വാസത്താൽ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് ഒരു പെട്ടകം തീർത്തു. കുടുംബത്തിൻ്റെ രക്ഷയ്ക്കാണ് ഇത്രയും വലിയ പെട്ടകം വേണോ? ആകെ 8 പേരല്ലേ ഉള്ളൂ. പക്ഷേ അന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏവനും കയറാൻ അതിനകത്ത് സ്ഥലമുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഫോർ എവരി വൺ, എല്ലാവർക്കും വേണ്ടി. തോമാച്ചനൊരു പെട്ടകം, അവറാച്ചനൊരു പെട്ടകം, മറിയാമ്മയ്ക്കൊരു പെട്ടകം, രാമൻകുട്ടിക്കൊരു പെട്ടകം. നോ, എല്ലാവർക്കും ഒറ്റപ്പെട്ടത്. നമ്മൾ ഈ സുവിശേഷം പറയുമ്പോൾ പലരും ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങളീ പറയുന്ന യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. അത് രക്ഷയല്ലേ, ഇത് രക്ഷയല്ലേ, അവരും സ്വർഗത്തിൽ പോകത്തില്ലേ? എവിടെ പോകാനാ? അപ്പം നമ്മളിങ്ങനെ ഒരാൾ പറയുക, നീ ജീവിച്ചിരിക്കണമെങ്കിൽ ഓക്സിജൻ ശ്വസിക്കണം. അപ്പോൾ അവൻ ഇങ്ങോട്ട് പറയാം, ഓ പിന്നെ ഓക്സിജൻ മാത്രമേ ഉള്ളൂ, ഹൈഡ്രജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ശ്വസിച്ചാലൊന്നും ഒരു കുഴപ്പവുമില്ലെന്നാ. ഓക്കെ, നീ ശ്വസിച്ചു, നിന്റെ കഥ കഴിയും, അത്രയേ ഉള്ളൂ. നിനക്ക് ജീവിച്ചിരിക്കണമെന്ന് വരികിൽ ഓക്സിജൻ ശ്വസിക്കണം. ഹോസ്പിറ്റലിൽ ഒരാളെ ശ്വാസതടസ്സമായിട്ട് കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് മൂക്കിലോട്ട് കൊടുക്കുന്നത്. ഓക്സിജൻ മാത്രമേ ജീവനെ നിലനിർത്തൂ. ഒരേ ഒരു പെട്ടകം യേശു മാത്രം.
ഇത് പറയാനുള്ള ആരോഗ്യം ദൈവമക്കൾ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസമല്ലേ, ഇത് പറയാനുള്ള ആത്മീക ആരോഗ്യം വേണം. ആരോടും പറയണം, ഏതവനോടും പറയണം. ബുദ്ധിമാനോ ബുദ്ധിജീവിയോ ഏത് മാർഗക്കാരനാണ്, യേശു മാത്രമേ നിന്റെ രക്ഷയ്ക്കുള്ള തീർത്തടിച്ചേക്കണം. അതങ്ങനെ. പത്രോസിനൊക്കെ ആരോഗ്യം ഉണ്ടായിരുന്നു. പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമം, അത് പറയാനാണ് നമ്മളെ ഇവിടെയും ഞങ്ങളെ അവിടെയൊക്കെ കൊണ്ടാക്കിയിരിക്കുന്നത്. പണി നടന്നു, പ്രസംഗവും നടന്നു. നീതിപ്രസംഗിയായ നോഹ പ്രസംഗിച്ചു, പണിയും നടന്നു. മക്കളൊക്കെ കൂടെ ഇരുന്നു. നാട്ടുകാരെ നിങ്ങൾക്കറിയാമല്ലോ, നാട്ടുകാർ വന്ന് കളിയാക്കി തുടങ്ങി, പരിഹാസം തുടങ്ങി. 500 വയസ്സ് കഴിഞ്ഞ ആളാണ്, പടുവൃദ്ധനായൊരു മനുഷ്യൻ. അങ്ങനെ അവർ പറയട്ടെ, അവരുടെ പറച്ചിൽ നമുക്കൊരു വിഷയമല്ലെന്നേ. നാം ദൈവസഭ പണിയുന്നവരാ. ഈ പണിയിൽ കർത്താവിൻ്റെ പങ്കാളികളാണ് ഓരോ വിശ്വാസിയും. ഓരോ ചർച്ചിലെ ഓരോ ദൈവദാസൻ്റെ കൂടെ നിന്ന് പണിയിൽ ഏർപ്പെടേണ്ടവരാണ് നാം ഓരോരുത്തരും. കർത്താവ് ഞാൻ എൻ്റെ എന്ന വാക്കുകളാണ്. സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ I will build my church, the gates of hell shall not prevail against it എന്ന. അതായത് ദൈവത്തിൻ്റെ ബുൾഡോസർ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പത്തലും മടലും കൊണ്ടൊക്കെ പണിത വേലിയുണ്ടല്ലോ, അതവിടെ നിൽക്കത്തില്ല, അതിനെ ഇടിച്ചു കളയുമെന്ന്. പിശാച് എത്ര വിളയാട്ടം നടത്തിയാലും ദൈവം തൻ്റെ സഭയുടെ പണിയെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതവൻ പൂർത്തിയാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവാണ് പണിയുന്നവൻ, പരിശുദ്ധാത്മാവാണ് പണിയുന്നവൻ. നമ്മെ ഉപയോഗിക്കുന്നു. പണി പൂർത്തിയായി, പ്രസംഗവും പൂർത്തിയായി. ഹല്ലേലൂയ. മൃഗജാലങ്ങൾ കയറി വരിക. 30 സിംഹത്തിൻ്റെ ഒരു കൂട്ടം. ഇതിൽ 2 എണ്ണം, ഒരു മെയിലും ഫീമെയിലും, പെട്ടെന്നൊരു മനംമാറ്റമുണ്ടായി. അത് രണ്ടും കൂടി ഇങ്ങോട്ട് നടക്കുക. അപ്പം വേറെ സിംഹവും സിംഹിയും എല്ലാം കൂടെ നോക്കി, എവിടെ പോവുക? വല്ല പുതിയ ഇറച്ചി വല്ലതും കിട്ടി ഇറച്ചി തിന്നാൻ പോവുകയല്ല, രക്ഷപ്പെടാൻ പോവുക. ആ 2 എണ്ണം വന്നു നേരെ നോഹയെന്ന് പിടിച്ചു വലിക്കണോ? വേണ്ട. മനംമാറ്റം വന്ന ജീവികൾ പോലും പെട്ടകത്തിൽ കയറി. അവയ്ക്കെല്ലാം മനംമാറ്റം വന്നു. 2 ആനകൾ, അത് 2 എണ്ണം ഇങ്ങോട്ട് വരിക. ഈ കാഴ്ച കണ്ട ജനമാണ്. അവർക്കൊരു അസ്വാഭാവികത തോന്നണ്ടേ? ഈ പെട്ടകത്തിൻ്റെ അടുക്കിലേക്ക് ആന വരുന്നു, പുലി വരുന്നു, കരടി വരുന്നു, എല്ലാം വരുന്ന കണ്ണുകൊണ്ട്, ഇത്രയുള്ള കണ്ണും കൊണ്ട് നോക്കിയിരിക്കുക. ഇവനൊരുത്തനും കയറിയില്ലല്ലോ. അവന് മനസ്സില്ലായിരുന്നു. ആരെയും ഒരു ജീവിയും പിടിച്ചു വലിച്ചു കയറി. സുവിശേഷം യേശുക്രിസ്തു എന്ന ജീവനുള്ള പെട്ടകത്തിലേക്ക് വിളിക്കുന്ന ആഹ്വാനമാണ്. ഒരാളെ നമ്മൾ ഫോഴ്സ് ചെയ്യത്തില്ല. നമ്മൾ ഈ മെസ്സേജ് കൊടുക്കും, അവർ വരണം. അതിനകത്ത് കയറി സമയം കഴിഞ്ഞ് ടപ്പെന്നൊരു സൗണ്ട് കേട്ടു, യഹോവ വാതിൽ. ഈ പെട്ടകത്തിൽ കയറിയതിൽ ഏറ്റവും അപകടകാരിയായ ജീവി ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? പറ. ഇതിനകത്ത് കയറിയതിൽ ഏറ്റവും അപകടകാരി 8 പേരല്ലേ? വേറൊരു ജീവിയുണ്ട്, ഡിനോസർ. ഞാനൊരു പറയാം, ഒരു കുഞ്ഞു ജീവിയാണ്, വുഡ്പെക്കർ, മരംകൊത്തി. ഇവനൊരു സ്വഭാവമുണ്ട്, എവിടെ കണ്ടാലും ചീസലടിക്കുന്ന പോലെ ഇങ്ങനെ കുത്തി അങ്ങ് കിഴിക്കും. ഇതിന് മനംമാറ്റം വന്നില്ലെങ്കിൽ ഇവൻ്റെ സ്വഭാവം അതും കൊണ്ട് ഇതിനകത്ത് കയറി ഈ വെള്ളത്തിലായത് കിടക്കാൻ പോകുന്നത്. അവിടെയും കിഴിച്ച് ഇവിടെയും കിഴിച്ച് കപ്പൽ വെള്ളത്തിൽ പോകും. അതുകൊണ്ട് മരംകൊത്തി പോലും മനംമാറ്റം വന്ന ഇതിനകത്ത് കയറിയത്. പണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ അതായിരുന്നു ഇതായിരുന്നു, ഞാനൊരു അടി കൊടുത്താൽ അവൻ 3 കറക്കം ഇറങ്ങുമായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. അതും കൊണ്ടൊന്നും ദൈവസഭയ്ക്കകത്ത് വരത്തില്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ വചനത്താൽ അതിൻ്റെ ഡയമെൻഷനിൽ പണിയപ്പെടുന്ന ഒരു ജീവൽ സംവിധാനമാണ് ദൈവസഭ. ഒരു ചോദ്യം ചോദിക്കാം. ഈ ഭൂമി എത്ര നാൾ ജലപ്രളയ ബാധിതമായിരുന്നു? പെട്ടെന്ന് പറ. 150 ദിവസം. പറ, ഇനിയും പറ സിസ്റ്റേഴ്സ്, പെട്ടെന്ന് പറ, സമയമില്ല. നോഹയുടെ കാലത്ത് പെട്ടകത്തിനകത്ത് കയറി ഭൂമി എത്ര നാൾ ജലപ്രളയ ബാധിതമായിരുന്നു? പ്രളയം ആരംഭിച്ച് ഭൂമി ഉണങ്ങുന്നത് വരെ എത്ര നാൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. 1 വർഷവും 10 ദിവസവും കുറഞ്ഞത്. നിങ്ങൾ വീട്ടിൽ ചെന്നുവെച്ച് ആ ഉൽപ്പത്തി ഒന്ന് നോക്കിയാൽ മതി. 1 വർഷവും. ഈ ഘട്ടം മുഴുവൻ ഭൂമി ജലപ്രളയ ബാധിതമായിരുന്നു. ആ ജനമെല്ലാം എന്തിയെ
നോഹയുടെ കാലത്ത് ജീവിച്ച ലക്ഷക്കണക്കിന് ജനം എവിടെ? മുഴുവൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. നമ്മൾ പലരും ചോദിക്കാറുണ്ട്, ഇപ്പം ബാക്കി എല്ലാവരും അങ്ങ് നരകത്തിൽ പോകും, പിന്നല്ലാതെ എവിടാ പോകുന്നത്? ഈ വേസ്റ്റിനെ മുഴുവൻ സ്വർഗത്തിൽ കൊണ്ടുവച്ചാൽ അവിടെ മലിനമാകത്തില്ലേ? സ്വർഗം തരിശ് കിടന്നാലും രക്ഷിക്കപ്പെടാത്തൊരുത്തിനെ അങ്ങോട്ട് കയറ്റത്തില്ല, ഉറപ്പാ. അത്രയും ജനതതികൾ തിങ്ങി നിറഞ്ഞ ഭൂമിയുടെ പരപ്പിൽ 8 പേർ മാത്രം പെട്ടകത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം രക്ഷിക്കപ്പെട്ടവർ മാത്രം സ്വർഗത്തിൽ പോകത്തുള്ളൂ. ചിലരുടെ ഹൃദയം കൊട്ട പോലെ, ഈ തേങ്ങയൊക്കെ എടുക്കുന്ന വല്ലം കൊട്ടയൊക്കെ ഉണ്ട്, അത്രയും വലിയ ഹൃദയമാണ്. ദൈവം അങ്ങ് സ്നേഹത്തിൻ്റെ മൂർത്തി, അതുകൊണ്ട് ആരെയും നരകത്തിൽ വിടത്തില്ല. പിന്നെ എവിടെ കൊണ്ടുപോകണം? ദൈവത്തിൻ്റെ ഓമനക്കുമാരനെ കാലുമടക്കി അടിച്ചവൻ എവിടെ പോകണം? അവന് വേണ്ടിയാ നരകം. ആ ഭാഗം ഞാൻ വിടുന്നു. ആ വലിയ ആഗോള വ്യാപകമായി ഉണ്ടായ ജലപ്രളയത്തിൻ്റെ മീതെ ഒരു കപ്പലും നീങ്ങുന്നു. റഡാറില്ല, റേഡിയോ ഇല്ല, സ്റ്റിയറിംഗ് ഇല്ല, ഒരു സാധനവുമില്ല. കംപ്ലീറ്റ്ലി ഇൻ ഗോഡ്സ് കൺട്രോൾ. അതിനകത്ത് 8 മനുഷ്യജീവികളും വേറെ ചരാചരങ്ങളും, ഇതെല്ലാം ഇങ്ങനെ ജലപ്രളയത്തിൻ്റെ മീതെ, ന്യായവിധി പ്രളയത്തിൻ്റെ മീതെ ആ പെട്ടകം സഞ്ചരിച്ചു. ഈ ലോകത്തെ ദൈവം വിധിക്കും, ഒരു സംശയവുമില്ല. പക്ഷേ നാം യേശു ക്രിസ്തു എന്ന ജീവൽ പെട്ടകത്തിൻ്റെ ഉള്ളിലാണ്, 100% സേഫാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. ഒരു മർക്കോസ് 4:35 വായിച്ചേ. മർക്കോസ് 4:35. ഒരു സന്ധ്യാസമയത്ത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക്, അല്ലേ, അങ്ങനല്ലേ? യേശു പറഞ്ഞു ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാം. ചോദിച്ചോ, എന്തിനാ കർത്താവേ? എപ്പോഴാ വണ്ടി പുറപ്പെടുന്നത്? സന്ധ്യയ്ക്ക് പുറപ്പെടാം. അത് 13 മൈൽ നീളവും 8 മൈൽ വീതിയുമുള്ള ഗലീലക്കടലാണ്. തിബിരിയാസ് കടൽ, തടാകം, ഇങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. 13 മൈൽ നീളം 8 മൈൽ വീതിയുള്ള ഈ ഗലീലക്കടലിൻ്റെ, തിബിരിയാസ് കടലിൻ്റെ മറുകരയ്ക്ക് പോകാം എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. എന്തിനാ പോകുന്നത്? ഇപ്പോൾ പോയിട്ട് അത്യാവശ്യമുണ്ടോ? ഇപ്പം സന്ധ്യയല്ലേ? ഒരു ചോദ്യവുമില്ല, പറച്ചിലുമില്ല. നമ്മൾ ഇങ്ങനെ കർത്താവിനോട് അനുസരണമുള്ളവയായി ആ പ്രവൃത്തികൾ നമുക്ക് കാണാൻ കഴിയും. ആ പടക് വെച്ചു. യേശു പടകിലുണ്ട്. യേശു ഉള്ള പടകാണ്. യേശു പടകിൻ്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നു. ശിഷ്യന്മാർ പാടി സന്തോഷിച്ച് ആനന്ദിച്ച് അങ്ങനെ സമാധാനത്തോടെ മുമ്പോട്ട് പോകുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡായ കാര്യം അവിടെ സംഭവിക്കുന്നു. 37 എന്താ പറഞ്ഞത്? There was a great tempest. എപ്പോഴാ? ശാന്തമായിട്ട് പോകുമ്പോൾ. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആനന്ദിച്ച് സന്തോഷിച്ച് പാടി ആരാധിച്ച് കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് മാനിച്ച് ആരാധിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നാം പ്രതീക്ഷിക്കാത്ത ഓരോരോ ഇഷ്യൂസ് കയറി വരുന്നത്. അങ്ങനെ വരുമ്പോൾ പതറരുത്, ഉറച്ചു നിൽക്കണം. നമ്മുടെ കൂടെ ഒരുവനുണ്ടല്ലോ. എവിടെ ഇരിക്കുന്നറിയാമോ? അവൻ പടകിൻ്റെ, യേശു കൂടെയുള്ള പടകിൽ കാറ്റടിക്കുമോ, കോളുണ്ടാകുമോ, മുങ്ങുമാറാകുമോ? ആകും. ദേണ്ട കിടക്കുന്നു, ആയല്ലോ. ദർ വാസ് എ ഗ്രേറ്റ് ടെമ്പസ്റ്റ്. വലിയ ചുഴലി എടുത്ത് കറക്കുകയാണ്. കർത്താവേ, നീ എന്താ ഒന്ന് എഴുന്നേക്കാ? സഡനായിട്ട് ചാടി എഴുന്നേറ്റ് അതിനെയൊക്കെ ശാസിക്കണ്ടേ? വേണ്ടേ? പിന്നെന്താ എഴുന്നേക്കാഞ്ഞത്? ഇവർക്കൊരവസരം കൊടുക്കുകയായിരുന്നു. ഈ 12 ശിഷ്യന്മാർക്കൊരവസരം കൊടുത്തതാണ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കാറ്റും കടലും ശാന്തമാകാന്ന് കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ? സംഭവിക്കും. ഷുവറാണേ. അവരെഴുന്നേറ്റു വിശ്വാസത്തോടെ. കാറ്റേ കടലേ അടങ്ങുക എന്ന് കൽപ്പിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അടങ്ങും, അല്ലേ സുമി? പിന്നെന്താ ഇവർ പറയാഞ്ഞ്?
നമുക്ക് പോലും വിശ്വാസമുണ്ട്, അവരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ അവർക്ക് വിശ്വാസമില്ല. അവർക്ക് അങ്ങനൊരു കാര്യം ചെയ്യാൻ ഒരു ഫെയ്ത്ത് ഇല്ലായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഘനമായ വിശ്വാസമാണ്. ഒരു വലിയ വിഷയം കയറി വരുമ്പോൾ അതിനെ, ഒരു തലവേദനയൊക്കെ ആണെങ്കിൽ കർത്താവ് അങ്ങ് മാറ്റും. കാലിനൊരു ചെറിയ ചളുക്കമാണെങ്കിൽ അതൊക്കെ കർത്താവ് മാറ്റും. പക്ഷേ 12 സംവത്സരം പഴക്കമുള്ളത് മാറുമോ? അല്ല 18 സംവത്സരം ഇങ്ങനെ വില്ല് പോലെ വളഞ്ഞിരിക്കുന്നത് മാറുമോ? അല്ല 38 സംവത്സരമായത് മാറുമോ? മാറും. മാറ്റാൻ കഴിവുള്ളവൻ, ചെറുതിലും വലുതിലുമൊക്കെ പ്രവർത്തിപ്പാൻ ശക്തനും മനസ്സും കഴിവുള്ളവനായ യേശു. യേശുവിന് സകലതും സാധ്യം. നമ്മുടെ മുമ്പിലാണ് ഇമ്പോസിബിലിറ്റീസ് ഉള്ളത്, അസാധ്യങ്ങൾ നമ്മുടെ മുമ്പിലാണ്. പക്ഷേ യേശുവിന് മുമ്പിൽ ഒരസാധ്യതയുമില്ല. അവൻ്റെ മുമ്പിൽ എല്ലാം സാധ്യമാണ്. ഇവർക്കൊരവസരം കൊടുത്തന്നേ ഉള്ളൂ. ഇവരെഴുന്നേറ്റൊന്ന് ആക്ട് ചെയ്യാൻ, വിശ്വാസം പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാനുള്ള, എക്സർസൈസ് ചെയ്യാനുള്ളതാണ്. ഫെയ്ത്ത് ഈസ് ഗിവൺ ടു എക്സർസൈസ്. നാം അതിനെ എക്സർസൈസ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന കർത്താവിൻ്റെ നാമം ഉപയോഗിച്ച് നമ്മുടെ വിശ്വാസത്തെ എക്സർസൈസ് ചെയ്യണം. ഒരു മല അവിടെ നിൽക്കുകയാണ്. ഈ മലയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആൾക്കാർ, എന്നാ മലയാണെന്നറിയാമോ, ഇത് ആരെ കൊണ്ടും പറ്റത്തില്ല. മലയെക്കുറിച്ച് പറയാനല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? പറ. മലയോട്, അതാ ചെയ്യേണ്ടത്. മലയോട് കൽപ്പിക്കാനാണ്. അല്ലാതെ മലയെക്കുറിച്ച് നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? സഭായോഗത്തിലൊക്കെ കേരളത്തിലൊക്കെ ഞാൻ കേൾക്കുന്നത്, അവരുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നേഴ്സ് ഇങ്ങനെ പറഞ്ഞു, അയൽക്കാരൻ ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു, മത്തായി ഇങ്ങനെ പറഞ്ഞു, മറിയ ഇങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ പറഞ്ഞു, മലയെക്കുറിച്ച് പറഞ്ഞു. എടാ, ഒരൊറ്റ വാക്ക് നീ വാ തുറന്ന് മലയോട് കൽപ്പീര്, അതങ്ങ് പോവും. അതങ്ങ് പോകുമെന്നേ. ഇവർക്ക് അവസരം കൊടുത്തു. അവരയ്യോ അയ്യോ എന്ന് വിളിക്കുക. രാമൻകുട്ടിക്കും അബ്ദുൾ സലാമിനും എല്ലാ പുള്ളിക്കും മത്തായിക്കും എല്ലാം അയ്യോ എന്ന് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വായുള്ളതുകൊണ്ട് അയ്യോ അയ്യോ എന്ന് വിളിച്ചോളാം. പക്ഷേ കൽപ്പിക്കുവാൻ ദൈവമക്കൾക്കേ കഴിയൂ. നിവർന്ന് നിന്ന് ആജ്ഞാപിക്കണം, അവ മാറും. യൂസ് മൈ നെയിം. എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, ഒരു മക്സൂദ്. ബാങ്കിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ മക്സൂദ്, എൻ്റെ അങ്കിൾ, ഒരു പ്രായമുള്ള ആൾ, കുവൈറ്റിലൊരു ചെറിയ കട നടന്നു, മാടക്കട പോലെ. ഇപ്പം ജൂൺ ജൂലൈയിലൊക്കെ നല്ല ഒന്നാന്തരം മാങ്ങ, പാകിസ്ഥാനി മാങ്ങ അവിടെ വരും. ഞങ്ങൾ മക്സൂദിന് പറഞ്ഞു, മക്സൂദ്, ഞങ്ങൾ നിൻ്റെ അങ്കിളിൻ്റെ കടയിൽ പോവുക, ഞങ്ങൾക്ക് നല്ല മാങ്ങ തരണമെന്ന്. ഓക്കെ, എന്നോട് പറഞ്ഞ സെൻറ്റൻസ് ഞാൻ അതുപോലെ കോട്ട് ചെയ്യാം. തോമസ്, യൂസ് മൈ നെയിം. എന്നോട് പറയുക, തോമസ് യൂസ് മൈ നെയിം. അപ്പം അതിനകത്തൊരു, ഞങ്ങൾ ഓക്കെ, വി ആർ ഗോയിങ് ടു യൂസ് യുവർ നെയിം. ആ പുള്ളിയുടെ അടുത്ത് ചെന്നു, അങ്കിളിൻ്റെ അവിടെ ചെന്നു. അങ്കിൾ, ഞങ്ങൾ മക്സൂദിൻ്റെ സ്നേഹിതന്മാരാണ്, മാങ്ങ മേടിക്കാൻ വന്നു. ആണോ? മക്സൂദിൻ്റെ സ്നേഹം? ഈ വല്യപ്പനൊരു തിരക്കും ഒരു ബന്ധപ്പാടും എന്ന് ഓരോ പെട്ടിയും തുറക്കുന്നതിനകത്തെ ചളിങ്ങിയ മാങ്ങ, ചതഞ്ഞ മാങ്ങ എല്ലാം മാറ്റി നല്ലത് വെച്ചു. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ വില കുറച്ച് ഞങ്ങൾക്ക് ഒന്നാന്തരം മാങ്ങ തന്നു. കേവലം ഒരു പാകിസ്ഥാനി മുസ്ലിം മക്സൂദിൻ്റെ പേര് ഒന്ന് പറഞ്ഞപ്പോൾ നല്ല മാങ്ങ വില കുറച്ച് കിട്ടി എങ്കിൽ, ഈ പ്രപഞ്ചം മുഴുവൻ വാഴുന്നവൻ്റെ, സ്വർഗത്തിലും ഭൂമിയിലും സകലധികാരം ഉള്ളവൻ്റെ നാമം നാം ഉപയോഗിച്ചാൽ എന്താണ് നടക്കാതിരിക്കുന്നത്? ഇന്ന് സന്ധ്യയിൽ നിങ്ങൾ ആരെങ്കിലും കലങ്ങിമറിഞ്ഞവരാണെങ്കിൽ, സങ്കടത്തോടെയോ ഭാരത്തോടെയോ അസ്വസ്ഥതയോടെയോ, കർത്താവെ ഞാൻ എങ്ങനെ മുമ്പോട്ടു, എന്ത് ചെയ്യുമെന്ന് വിചാരപ്പെടുന്നെങ്കിൽ, നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രശ്നം മാറുക എന്ന് ആജ്ഞാപിക്കണം. അത് മാറിപ്പോകുന്ന കാണുവാനിടയാകും. ദെൻ അവരോടി വന്ന് യേശുവിൻ്റെ അടുക്കൽ. യേശു എഴുന്നേറ്റു. ഹി റോസ്. 39 എന്താണെന്നറിയാമോ? ദെർ വാസ് എ ഗ്രേറ്റ് കാം. യേശു ഉള്ള പടകിൻ്റെ നേരെ കാറ്റും തിരയും ആഞ്ഞടിച്ചു. യേശു എഴുന്നേറ്റു, ശാന്തമാക്കി. ദെർ വാസ് എ ഗ്രേറ്റ്. ആ ടെമ്പസ്റ്റ് എത്രത്തോളം വലിയതായിരുന്നോ അത്രത്തോളം വലിയ ശാന്തത. നമ്മുടെ മനസ്സിന് ശാന്തത തരും കർത്താവ് ആദ്യം. കലങ്ങി മറിയുന്ന മനസ്സിനെ ശാന്തമാകാം. ഞാനല്ലേ നിൻ്റെ കൂടെയുള്ളത്? ഞാനിവിടെ ഉള്ളപ്പോൾ നീ എന്തിനാ കലങ്ങുന്നത്? അങ്ങനെ പ്രശാന്തമായി മറുകരയിലെത്തി. കടലിൽ താണോ? എന്നാൽ മത്തായി 14-ാം അധ്യായത്തിലേക്ക് വരിക. യേശു പടകിലില്ല. യേശു പടകിലില്ല. അതേ കടലാണ്, സെയിം അതേ കടൽ.
14 അധ്യായം 22 ഞാൻ വായിക്കുന്നു. മാത്യു 14:22. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. രണ്ടും അക്കരയ്ക്ക് പോകാനാ. ദേവദാസനറിയാമോ, ഞാൻ ഒരു 50 കൊല്ലം മുമ്പേ ഞങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നു. അന്നേരം ഈ പ്രവാചകന്മാർ സഭയിലൊക്കെ വരാറുണ്ടായിരുന്നു, കാത്തിരിപ്പിയൊക്കെ. അപ്പോൾ ചില പ്രവാചകന്മാർ ബന്ധത്തിലേക്ക് നിന്നെ ഞാൻ അക്കരയ്ക്ക് വിടും. എന്തോ അർത്ഥം? അന്ന് ഗൾഫ് അക്കര. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഗൾഫിൽ എന്ന് പറഞ്ഞാൽ അമേരിക്ക, കാനഡയിലും പിന്നെ മഞ്ഞ് പൊഴിയുന്ന നാട്ടിലേക്ക് നല്ല ഫ്രൈസുകളുണ്ട്. മഞ്ഞ് പൊഴിയുന്ന നാട്ടിലേക്ക് വിടും. അപ്പോൾ ഇത് കേൾക്കുന്ന ഞങ്ങൾക്കൊരു സന്തോഷമാണ്. എൻ്റെ പൊന്നു ദൈവമക്കളെ, മഞ്ഞ് പൊഴിയുന്ന നാട്ടിൽ ഇന്ത്യയിലെ ഒരു വലിയ പോപ്പുലേഷൻ ഇവിടെ വന്ന് കിടക്കുക. ഇവിടെ അക്കരയ്ക്ക് പോകാൻ യേശു പറഞ്ഞു. ഇതേ കമാൻഡല്ലേ നേരത്തെ കൊടുത്തത്? അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചു. നിർബന്ധം എപ്പോഴാണ് വരുന്നത്? ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞത് ചെയ്യാത്തപ്പോഴാണ്, അല്ലെങ്കിൽ മടി പറഞ്ഞപ്പോഴാണ്. കർത്താവിനോടൊരു പറഞ്ഞു, കർത്താവേ നമ്മളെല്ലാം കൂടെ ഒരുമിച്ചല്ലേ വന്നത്, അവരെല്ലാം ഭക്ഷണം കൊടുത്ത് നമ്മളെ 5000-10000 പേരെ തൃപ്തരാക്കിയല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ആക്കിയച്ച്, ഞങ്ങളെ തന്നെ ഈ പടകിൽ വിടാതെ നീ കൂടെ വാ, ഞാനിപ്പം വരുന്നില്ല, നിങ്ങൾ പോ. വൈ? അതെന്താ? അതേ കടല, സെയിം കടൽ. ആ കടലിൽ ഇപ്പോൾ ഇവർ തനിയെ പോകാൻ യേശു നിർബന്ധിക്കുകയാണ്. എന്താണെന്നറിയാമോ? ദാറ്റ് വാസ് എ ട്രെയിനിങ്. യേശു അല്പനാൾ കഴിയുമ്പോൾ അവരെ വിട്ടുപിരിയും. തൻ്റെ ഫിസിക്കൽ പ്രസൻസ് അവർക്കില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാത്തിനും ഒറ്റ നോട്ടം. ആഹാരമില്ലയോ അങ്ങോട്ട് നോക്കുക, ആരെങ്കിലും തർക്കിക്കാൻ വന്നാൽ യേശുവിനെ നോക്കുക. എല്ലാറ്റിനും ആരുണ്ട്? ആക്ഷരികമായി യേശു. പക്ഷേ യേശു അങ്ങ് പോകത്തില്ലേ? പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഇവരിവിടെ പ്രവർത്തിക്കേണ്ടവരല്ലേ, ഇവരിവിടെ നിൽക്കേണ്ടവരല്ലേ? അതുകൊണ്ട് ദാറ്റ് വാസ് എ ട്രെയിനിങ് ടൈം. ദൈവം നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തെ പരിശോധിക്കും, ഭക്തിയെ പരിശോധിക്കും, വിശുദ്ധിയെ പരിശോധിക്കും, ഫൈനാൻസ് ഇടപാട് പരിശോധിക്കും, എല്ലാം ദൈവം പരിശോധിക്കും. പക്ഷെ ഒരിക്കലും പരീക്ഷിക്കുകയില്ല. God never tempt anybody. ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള പ്രേരണയാണ്. ദൈവം അത് കൊടുക്കുമോ? ഇല്ല. ദൈവം ടെസ്റ്റ് ചെയ്യും, അവൻ ട്രയൽ നൽകും. ഇതൊരു ടെസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. ഏതൊരു ഓർഗനൈസേഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, ഒരു പ്രൊബേഷൻ പീരീഡോ ഒരു ട്രെയിനിങ് ടൈമോ, ഇന്ത്യൻ നേവിയിലോ എയർഫോഴ്സിലോ ആർമിയിലോ ഒക്കെ ചേർന്ന റിഗറസ് ട്രെയിനിങ് അങ്ങോട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നാളെ അവർ എനിമിയെ നേരിടേണ്ടവരാണ്. ഈ 12 ശിഷ്യന്മാർ നാളെ നിന്ന് കർത്താവിൻ്റെ വേല തുടരേണ്ടവരാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്യുകയല്ല. അതുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്യുകയാണ്. പക്ഷികൾ പോലും ട്രെയിനിങ് കൊടുക്കുമല്ലോ. കഴുകൻ്റെ കാര്യമാണ് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളത്. കഴുകൻ്റെ കുഞ്ഞുങ്ങൾ വരുന്നു, സുഖമായിട്ട് മെത്തപ്പുറത്തിരിക്കുന്നു, നല്ല തീറ്റ കിട്ടുന്നു, ഇത്രയും തള്ളേക്കാൾ വലുപ്പത്തിൽ അവിടെ അങ്ങ് ഇരിക്കുക. അങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല മക്കളെ. എന്നിട്ട് എല്ലാം എടുത്തെടുത്ത് കളയും. എൻ്റെ അമ്മ തന്നെയാണോ ഇത് ചെയ്യുന്നത്? പിന്നല്ലാതെ ആരാ? വെളിയിൽ നിന്ന് ആരണ്ട് വന്നാണോ? അമ്മയാ ചെയ്യുന്നത്. അപ്പനും അമ്മയും കൂടെ അതിരുന്ന പൂടയും ആ സൂത്രങ്ങളെല്ലാം പറിച്ച് കളയാൻ മുള്ളുള്ള കമ്പയിലായി അതേ തത്തിപ്പിടിച്ചിരിക്കുക. എന്നാലും പറക്കത്തില്ല കേട്ടോ. അവിടെ ഇത്രയും നേരം തങ്ങിയിരിക്കാമോ എന്ന് നോക്കും. തീറ്റി കൊടുക്കുന്നതും കുറഞ്ഞു. മറ്റേ 3 നേരം ഇനി വരികയല്ലയോ ജീവനുള്ള മീനും അതും ഇതും. ഇപ്പം തീറ്റയും പറ്റുമായിട്ട് കിട്ടുന്നില്ല. ഉള്ള സുഖ സൗകര്യങ്ങളെല്ലാം എടുത്തു മാറ്റി. ഇതെന്താ ഇങ്ങനെ? ട്രെയിനിങ്ങാ. ഇത്രയും വലിയൊരു ചിറകുമായിട്ട് നീ കൂട്ടിനകത്തിരുന്ന് ഇങ്ങനെ വായും പൊളിച്ചിരിക്കാനുള്ളതല്ല. നീ അന്തരീക്ഷത്തിൽ പറക്കേണ്ടവനാ. കടലിൽ കൂടെ പോകുന്ന മീനിനെ നീ ഇങ്ങനെ പിടിക്കേണ്ടവനാ. വിശ്വാസികളെ എന്നും കേവലം ഒരു വിശ്വാസിയായിട്ട് ഇരിക്കുവാനുള്ളവല്ല, നമ്മൾ ഡിസൈപ്പിൾസ് ആകണം. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. നമ്മൾ പുറത്തേക്കിറങ്ങണം. ചർച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ചർച്ചിൽ പാടി ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നു, കർത്താവ് ഇത്രത്തോളം നടത്തി. നാട്ടിലൊക്കെ നിന്ന് അപ്പച്ചൻ കപ്പയുടെ മുട്ടമാ തിന്നത്, അമ്മച്ചി ചക്കയുടെ മടലാ തിന്നത്. ഓക്കെ, സമ്മതിച്ചു, ചക്കയുടെ മടലിൽ നിന്ന് കപ്പയുടെ മുട്ടം തിന്നു. അതും പറഞ്ഞുകൊണ്ട് ഇപ്പം ഇരുന്നാൽ മതിയോ? വാട്ട് ആർ യു ഗോയിങ് ടു ഡു? അതാ വിഷയം. മാരത്തൺ ഓട്ടം 26 മൈലെന്നാണ് എൻ്റെ തോന്നൽ, എനിക്ക് അറിഞ്ഞുകൂടാ. 25 മൈൽ ഒരുത്തൻ ഓടിയെന്നിരിക്കട്ടെ, ഇനി പ്രസക്തമേതാ? 25 മൈൽ കഴിഞ്ഞു.
അതിനി പ്രസക്തമല്ല. ആ മുമ്പിലുള്ള ദൂരമാ പ്രസക്തം. അപ്പനപ്പൂപ്പന്മാരെ കഷ്ടപ്പെട്ടു ഒക്കെ ചെയ്തു, ശരി, അവർ കർത്താവിനെ അന്ന് ആ സാഹചര്യത്തിൽ സേവിച്ചു. നാം എന്താ ചെയ്യേണ്ടത്? അത് തന്നെ പറഞ്ഞുകൊണ്ട് അതിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, ചെയ്യേണ്ട അതിപ്രധാനമായ സുവിശേഷീകരണം നാം ചെയ്യണം. അല്ലേ പിന്നെ ആര് ചെയ്യും? വേറെ ആരാ ചെയ്യാൻ പോകുന്നത്? നാം ചെയ്യണം. നാം അതിന് ബാധ്യസ്ഥരാ. സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് അയ്യോ, ഞാൻ സകലർക്കും കടക്കാർ. പൗലോസ് നീ കടം മേടിക്കാൻ പോയത്? ഇത്രയും കാശിന് ബുദ്ധിമുട്ടായിരുന്നോ? റോമാക്കാർക്കും പിന്നെ യവനനും യഹൂദനും എല്ലാം ഞാൻ കടക്കാരനായിരിക്കും. ഇത്രയും കടം മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കാശ് കടം മേടിക്കുന്ന കാര്യമല്ല, റെസ്പോൺസിബിലിറ്റി. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് 2 ചാപ്റ്റർ വായിക്കണം. എസെക്കിയേൽ 3:33. ചിലപ്പോൾ ഉറക്കം കിട്ടത്തില്ല, ഇന്ന് വായിക്കണം. 3 കാവൽക്കാരാക്കി നമ്മളെ നിർത്തിയിരിക്കുക. കാവൽക്കാരാക്കി. മനുഷ്യപുത്ര, നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്നോട് കേട്ട് ജനത്തോട് പറയണം. ദുഷ്ടനോട് ഞാൻ നീ മരിക്കുമെന്ന് പറയുമ്പോൾ നീ അവൻ്റെ അടുക്ക ചെന്നവനെ ഓർപ്പിക്കുകയോ പ്രബോധിപ്പിക്കുകയോ ചെയ്താൽ നീ നിൻ്റെ പ്രാണനെ രക്ഷിച്ചു. അവൻ അതനുസരിച്ചാൽ അവനും രക്ഷപ്പെടും. അനുസരിച്ചില്ലെങ്കിൽ നിൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. പക്ഷേ അത് ചെയ്യാഞ്ഞാലോ അവൻ തൻ്റെ ദുഷ്ടതയിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട്, അയ്യോ എനിക്ക് പേടിയാ ഭാഗമൊക്കെ വായിക്കാൻ. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട്. ലെവൽ ക്രോസിൽ ഗവൺമെൻറ്റിൻ്റെ റെയിൽവേയുടെ ശമ്പളം മേടിച്ചുകൊണ്ടൊരു പുള്ളി ആ കൂട്ടിനകത്തിരിപ്പുണ്ട്. ട്രെയിൻ വരുന്ന കാര്യം ഇൻഫർമേഷൻ കിട്ടി, ഗേറ്റ് അടച്ചില്ലെങ്കിൽ, അപകടം സംഭവിച്ചാൽ ഇവൻ അറസ്റ്റ് ചെയ്ത ഭയങ്കര ശിക്ഷാർഹം. അതാ പറഞ്ഞത്, ദൈവത്തിൻ്റെ മക്കളെ, ആയിരങ്ങൾ നരകാഗ്നിയിലേക്ക് പായുക. ഈ കാലഘട്ടത്തിൽ നരകത്തെക്കുറിച്ച് ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനൊരു വിഷയമേ പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് നരകമില്ലാതാകുമോ? സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പോലെ നരകത്തെക്കുറിച്ചുകൂടെ പ്രസംഗിക്കണം. ആർക്കും തിരിച്ചെടുക്കാൻ കഴിയാത്ത അഗ്നി ഗന്ധക പൊയ്ക, ലേക്ക് ഓഫ് ഫയർ. അതിനകത്താണ് ചെന്ന് ജനകോടികൾ വീഴാൻ പോകുന്നത്. അതിലേക്ക് ആർക്കും പിന്നെ അവരെ രക്ഷിപ്പാൻ കഴിയത്തില്ല. എന്നേക്കുമായി ദൈവത്തിൽ നിന്നകന്ന് പിശാചിനോടുകൂടെ നിത്യമായ ഒരു അഗ്നി തടാകത്തിലേക്ക് പോയി വീഴുന്നു. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. ഇന്ന് പ്രസംഗപീഠങ്ങൾ മുഴുവൻ പൊളിയൂട്ടഡായി നെഞ്ചിൽ കൈവച്ച് സങ്കടപ്പെടും. എന്താ അറിയാമോ? കിട്ടും. എന്നാൽ ഒരു 6 പൊറോട്ടായ ഒരു 1/2 കിലോ ഇറച്ചിയും കൂടി ഇവനങ്ങ് കൊടുക്കുക. അത് കിട്ടും, ഇത് കിട്ടും, അത് കിട്ടും. ദൈവജനമേ, നമ്മുടെ ഡ്യൂട്ടിയെക്കുറിച്ചൊരു ബോധവൽക്കരണം നടക്കേണ്ടതാ ഈ കാലഘട്ടത്തിൽ. 7 ദിവസത്തെ കൺവെൻഷനൊക്കെ ഇപ്പം മൂത്ത കൺവെൻഷൻ നടക്കാൻ പോകും കേരളത്തിൽ. 7 ഒരു ദിവസം 9 പ്രസംഗമുണ്ട്. 9 രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് 3 പ്രസംഗം. 63 പ്രസംഗം ഏറ്റവും കുറഞ്ഞത്. 63 പ്രസംഗമെങ്കിലും ഒരു കൺവെൻഷനിൽ ഏറ്റവും കുറഞ്ഞത്. ഒരൊറ്റയിടത്ത് സുവിശേഷീകരണമെന്നൊരു വാക്കില്ല. ഈ 50 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് കിടക്കുന്ന ഈ നാട്ടിൽ അവർക്ക് വേണ്ടി ഒരു പദ്ധതിയോ പ്രോജക്റ്റോ പരിപാടിയോ ഇല്ല. എല്ലാം ഏതാണ്ടൊക്കെ പറയുക. ഞാൻ വിടുന്നു. ഇവിടെ കർത്താവ് ശിഷ്യന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. കഴുകൻ പറക്ക പറ്റിക്കുന്ന പോലെ കൂടിളക്കിയിട്ട് ഇവരെ ട്രെയിൻ ചെയ്യുകയാണ്. അവർ ആ സാഹചര്യത്തിൽ പടക് വെച്ചു. സന്ധ്യ മയങ്ങി, ഇരുട്ട് വരുന്നു. രാത്രിയുടെ 1 യാമം, 2 യാമം, 3, ടോട്ടൽ എത്ര മണിക്കൂറാ? 3 യാമം എന്ന് വെച്ചാൽ എത്ര മണിക്കൂറാ? 9 മണിക്കൂർ. യേശു ഇപ്പോൾ എന്ത് ചെയ്യുക? മറ്റേ പടകിൽ യേശു അമരത്ത് ഉറങ്ങിയെന്നാണ് വായിക്കുന്നത്. പക്ഷെ ഇവിടെയോ അവൻ മലയിൽ പ്രാർത്ഥനാനിരതനായിരുന്നു. ഇപ്പോൾ യേശു എന്ത് ചെയ്യുക? ഇപ്പം നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഈ കടലിലേക്ക് തനിച്ച് പറഞ്ഞയച്ച ശിഷ്യവൃന്ദത്തെ മറക്കാനൊക്കത്തില്ലവന്. നമ്മളെ മറന്ന് ദൈവത്തിനൊരു നിമിഷമില്ലെന്നേ. ചോരയാൽ വിലയ്ക്ക് വാങ്ങിയ നമ്മളെ ഈ ഭൂമിയിൽ, ദുഷ്ടപിശാച് അലറി നടക്കുന്ന ഈ ഭൂമിയിൽ നമ്മളെ വെച്ചിരിക്കുകയാണ്. നമ്മെ മറന്ന് ദൈവത്തിനൊരു മോമെൻ്റ് ഇല്ല.
ഈ പാവപ്പെട്ട ശിഷ്യന്മാർ പടക് വെച്ചു. ഒരു യാമം 2, 3 ഭയങ്കരമായ തിരമാലകളും കാറ്റും കൊടുങ്കാറ്റും. പടക് വെള്ളം നിറഞ്ഞു. പ്രാണഭയത്തിലായി. കോരിക്കളയുന്നു, വട്ടം പിടിക്കുന്നു. എവിടെ പിടിക്കാനാ? കൺട്രോളില്ല. ഇത് കിടന്ന് വട്ടം കറങ്ങി പടക് മുങ്ങുമാറായെന്ന് തോന്നി. അങ്ങനെ അങ്ങ് മുങ്ങാനല്ലല്ലോ പറഞ്ഞതെന്താ? അക്കരയ്ക്ക്, അല്ലാതെ ഇങ്ങോട്ട് കീഴോട്ട് പോകാനല്ല, അക്കരയ്ക്ക് പോകാൻ. അങ്ങനെ പറഞ്ഞവൻ അവിടെ പ്രാർത്ഥനാനിരതനായിരിക്കുക. ദൈവത്തിൻ്റെ ട്രെയിനിങ് പീരീഡിൽ നമ്മളെ തനിച്ചു വിടത്തില്ല. എത്ര കഠിനമായ ശോധനകളിലൂടെ പോയാലും കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടായിരിക്കും. ഞാൻ ഈ സ്വർണ്ണപ്പണിക്കാരെക്കുറിച്ചൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. സ്വർണ്ണപ്പണിക്കാരൻ ഇതിനെ ഉരുക്കുന്നൊരു സന്ദർഭമുണ്ട്. ഇത് ഒരു ലായനി പോലാകുമ്പോൾ ഇവൻ്റെ കണ്ണ് വേറെ ഇങ്ങോട്ടും തിരിയത്തില്ല, അതേ തന്നെ ഇരിക്കും. ആ ചൂടേറിയ അവസ്ഥയിൽ ആ ലോഹം തിളയ്ക്കുമ്പോൾ അവൻ്റെ ദൃഷ്ടി അതേല. ദൈവത്തിൻ്റെ മക്കൾ അഗ്നിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. നാദി നിന്നെ, തീ അഗ്നിജ്വാല നിന്നെ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവജനമേ, ആ യോബിനെ ആ ഒരു കഠിനമായ ശോധനകൾക്ക് വിട്ടുകൊടുത്തില്ലേ ദൈവം? വിട്ടുകൊടുത്തില്ല. നാളെ നിത്യതയെ ചെല്ലുമ്പോൾ യോബേ ഐ എം വെരി സോറി എന്ന് ദൈവം പറയുമോ? എവിടെ? യോബ് അങ്ങോട്ട് പറയും, കർത്താവേ, നീ എനിക്ക് അന്ന് തന്നതായ ആ ഭയങ്കര ജീവിതാനുഭവങ്ങൾ അവയെൻ്റെ അനുഗ്രഹത്തിന് കാരണമായി. കൊടുങ്കാറ്റിൽ വന്ന സകലതും അടിച്ച് തകർത്ത്, മക്കളെയും തകർത്ത്, സകല സ്ഥാവര ജംഗമ സ്വത്തുക്കളും മുഴുവൻ പോയി. ഒരു രോഗം പിടിച്ചൊരു ശരീരവും, പിന്നെ പരാതി പറയുന്നൊരു ഭാര്യയും മിച്ചം. എനിക്കൊരത്ഭുതമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഓരോ നിസ്സാര കാര്യത്തിന് ഡിവോഴ്സല്ലേ. ഈ മനുഷ്യൻ അതേ ഭാര്യയെ തന്നെ പിന്നെയും അവളിൽ നിന്ന് 10 മക്കളെ കൂടി ലഭിച്ചു. അതൊരു പ്രത്യേക സംഭവമാണ്. ആ ജോബ് നിത്യതയെ ചെല്ലുമ്പോൾ ദൈവം അവനോട് സോറി എന്ന് പറയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ആ കഠിനമായ വ്യാധിയും കഷ്ടവും നഷ്ടവും എല്ലാം ദൈവം കോമ്പൻസേറ്റ് ചെയ്തു. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നതിനാലോ പോയതിനാലോ പ്രവർത്തിച്ചതിനാലോ എന്തെങ്കിലും കഷ്ടമോ നഷ്ടമോ അടിയോ ഉപദ്രവമോ നേരിട്ടാൽ ഗോഡ് വിൽ കോമ്പൻസേറ്റ്. സംശയിക്കേണ്ട കാര്യമില്ല. ദൈവം അത് കോമ്പൻസേറ്റ് ചെയ്യും. യോബിനുണ്ടായിരുന്നതെല്ലാം ദൈവം ഡബിൾ മെഷറായിട്ട് തിരികെ കൊടുത്തു. യോബിൻ്റെ മക്കൾ ടോട്ടൽ എത്ര പേരാ? ടോട്ടൽ 20. ആ 20 നിത്യതയിലുണ്ട്. കന്നാലി ആടും മാടും നിത്യതയിലില്ല. ആടും മാടും പിന്നെ ഒട്ടകമൊക്കെ സ്വർഗത്തിലുണ്ടോ? ഇല്ല, അതിവിടെ തന്നെ. അതുകൊണ്ട് അതിൻ്റെ ഡബിൾ കൊടുത്തു. മക്കളെ 10 കൊടുത്തുള്ളൂ. ഇയ്യോബിൻ്റെ വിഷയത്തിൽ കോമ്പൻസേറ്റ് ചെയ്തെങ്കിൽ നാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പുറപ്പെട്ടതിനാലോ ചെയ്യാൻ പോകുന്നതിനാലോ നിങ്ങളുടെ ഫണ്ട് ചെലവഴിച്ചതിനാലോ ദൈവം നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യും. അങ്ങനെയല്ല ഇവിടെ. ആ 9 മണിക്കൂർ പ്രാണഭയത്തിൽ നിലവിളിക്കുന്നതാ വരുന്നൊരാൾ രാത്രിയുടെ 4-ാം യാമത്തിൽ. തീയും വെള്ളവും ഓപ്പോസിറ്റാ. 4-ാം യാമത്തിൽ വെള്ളത്തിൻ്റെ മീതെ നടന്നവൻ തന്നെയാണ് അഗ്നിജ്വാലയിൽ ബാബിലോണിലെ രാജാവ് കാണത്തക്കവണ്ണം 3 ബാലന്മാരുടെ കൂടെ 4-ാമനായി നടന്നത്. സെയിം ക്രൈസ്റ്റ്, പ്രീ ഇൻകാർണേറ്റഡ് ജീസസ്, പ്രീ ഇൻകാർണേറ്റഡ് ക്രൈസ്റ്റ്. യേശു മനുഷ്യപുത്രനായി വരുന്നതിന് മുമ്പ് നാം യേശുവിനെ കാണുന്ന അഗ്നിജ്വാലയിലാണ്. തൻ്റെ ബാലന്മാർ, തൻ്റെ നാമത്തിന് വേണ്ടി നേരെ നിന്ന 3 ഭക്തന്മാർ എരിതിയിൽ എരിയുവാൻ സമ്മതിക്കാതെ അവരുടെ കൂടെ 4-ാമനായി ഇറങ്ങി വന്നവൻ. വിശ്വാസികളെ, ദൈവമക്കളെ, നമ്മളുടെ കൂടെ അവൻ ഇറങ്ങി വരേണ്ട സമയത്ത് ഇറങ്ങി വരും. ഹല്ലേലൂയ. തീയുടെ ബലം കെടുത്തി. തീക്ക് ബലമില്ലാഞ്ഞിട്ടല്ല, തീയുടെ ബലം. ആ ബാലന്മാർ പുറത്തു വന്നു. അവരുടെ തലമുടി കരിഞ്ഞില്ല, അവരുടെ രോമത്തിന് കേടുവന്നില്ല. അങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്നിട്ട് ഈ നൈജീരിയയിലെ ദൈവമക്കളെല്ലാം വെടിവെച്ച് കൊല്ലുന്നു, പിന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു, ഇല്ലേ? അത് ഭയങ്കരമല്ലേ? കർത്താവ് എന്താ ഇടപെടാത്തത്? ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ശിംശോൻ്റെ നേരെ ഒരു സിംഹം വന്ന് കയറിയല്ലോ. ശിംശോൻ അതിനെ
കീറിക്കളഞ്ഞു. ദൈവം ആരുടെ പക്ഷത്തുണ്ടായിരുന്നു? സമ്മതിച്ചേ? ദാവീദ് ആടിനെ മേയ്ക്കുമ്പോൾ ഒരു സിംഹം കയറി വന്നു, ഒരു കരടിയും കയറി വന്നു. ദാവീദ് അതിനെ വലിച്ചു കീറി. അപ്പം ദൈവം ആരുടെ പക്ഷത്തുണ്ടായിരുന്നു? ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിക്കകത്തിട്ടു. സിംഹത്തിൻ്റെ വായും കൈയുമെല്ലാം അടച്ചു, ബന്ധിച്ചു. ദാനിയേലിന് ഒരു കേടും വന്നില്ല. അപ്പം ദൈവം ആരുടെ പക്ഷത്തുണ്ടായിരുന്നു? ദാനിയേലിൻ്റെ പക്ഷം. സമ്മതിച്ചേ? ഞാൻ നിങ്ങളോട് പറയട്ടെ, 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് മാത്രമല്ല, ഇന്നും ഓരോ കൊല്ലവും 10,000-കണക്കിന് ഭക്തന്മാർ രക്തസാക്ഷികളായി മരിച്ചു വീഴുകയാണ്. ദൈവം എന്താ അവരുടെ പക്ഷത്തില്ലേ? ഉണ്ട്. ദൈവം അവരുടെ പക്ഷത്തുണ്ട്. ഒരു ഭക്തന് ലഭിക്കാവുന്ന മോസ്റ്റ് ഗ്ലോറിയസ് മരണം രക്തസാക്ഷി മരണം. ആണെന്നേ അവർക്ക് ലോകം യോഗ്യമായിരുന്നില്ല. എബ്രായർ 11 2 ടൈപ്പ് വിശ്വാസികളുണ്ട്. കോൺകറിങ് സെയിൻസ്, സഫറിങ് സെയിൻസ്. രണ്ടും സെയിൻസാ. തീയുടെ ബലം കെടുത്തി രാജ്യം ഭരിച്ചു, പിന്നെ മരിച്ചവരെ തിരിച്ചു കിട്ടി, ഭയങ്കരമായ രാജ്യങ്ങളെ ഭരിച്ചു. ദേ വർ കോൺകറിങ് സെയിൻസ്. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ സീ thousands of people, they were suffering. സഫർ ചെയ്ത് ജടയാടിൽ തോൽ ധരിച്ച്, നാക്ക് പറിച്ച്, കണ്ണുകുത്തി പൊട്ടിച്ച് അവർക്ക് ഈ ലോകം യോഗ്യമായിരുന്നില്ല. കാടുകളിലും മലകളിലും ഗുഹകളിലും ഉഴന്ന് വലഞ്ഞു. അവരുടെ കൂടെ ദൈവമില്ലായിരുന്നോ? ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരപ്പൻ്റെ 2 മക്കൾ, ചേട്ടനും അനിയനും, പടകിലിരുന്ന് വല നന്നാക്കുക. സെബദി ഇവരെ യേശു വിളിച്ച്, കം ഫോളോ മീ. 2 പേരും ഒരേ ദിവസം ഫോളോ ചെയ്തു. അതിലൊരാൾ രക്തസാക്ഷി, മറ്റേയാൾ സ്വാഭാവിക മരണം. ഇതൊക്കെ കർത്താവിൻ്റെ തീരുമാനമാണ്. നമുക്ക് എന്ത് കർത്താവ് അനുവദിക്കുന്നോ സന്തോഷത്തോടെ സ്തോത്രം ചെയ്തങ്ങ് മേടിച്ചോണ്ടാൽ മതി. ദൈവത്തിന് മഹത്വം. 4-ാമത്തെ യാമത്തിൽ യേശു വരികയാണ്. നല്ല മാർബിളിൻ്റെ മീതെ നടന്നു വരുന്ന പോലെയാ. എന്തോ നാട്ടിലൊരു സാധനം ഉണ്ടല്ലോ, ഈ തറയിലൊക്കെ ഇടുന്നൊരു ഗ്രാനൈറ്റ്. നല്ല പച്ച നിറമുള്ള, അല്ലെ ബ്ലൂ നിറമുള്ള ഗ്രാനൈറ്റിൻ്റെ മേളിൽ കൂടെ നടന്നു വരുന്ന പോലെ വരിക. ഏത് തിരമാലകൾ 9 മണിക്കൂർ ഇവരിട്ട് അമ്മാനമാടിയോ, ആ തിരകൾ യേശുവിൻ്റെ കാൽ കീഴില, അല്ലേ? ആ തിരകൾ മുഴുവൻ യേശുവിൻ്റെ പാദത്തിൽ. ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ കാൽ കീഴിലല്ലാത്ത ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ കാൽപാദത്തിൻ്റെ മേളിലേക്ക് ഒരു തിരയും പൊങ്ങത്തില്ല. കടന്നു വന്നു. ഇതിനകത്തിരിക്കുന്ന 1 രാത്രിയാണ്. വന്ന കണ്ടപ്പം ഇതുങ്ങൾ പേടിച്ചു, ഭൂതമാണെന്നൊക്കെ പറഞ്ഞു. പത്രോസ് മനസ്സിലാക്കി. പത്രോസ് അങ്ങോട്ട് പറഞ്ഞു, നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ. ഓക്കെ ബാ. പത്രോസ് ആ സെയിം ഗ്രാനൈറ്റിൻ്റെ മേളിൽ നടന്നെന്ന്. ബാക്കി 11 പേർക്ക് കിട്ടാത്തൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്. പുള്ളി നടന്നു. പക്ഷേ പിന്നെ നോട്ടം മാറിയപ്പം അയ്യോ എന്നൊരൊറ്റ വിളി. അന്നേരമേ ആ കൈക്ക് പിടിച്ചു. ആ കൈ ഉണ്ടല്ലോ, ആ പിടിച്ച കൈ എന്നാ ബലമാറുന്ന കൈയാ. ഈ പ്രപഞ്ചഗോളങ്ങളെ മുഴുവൻ, the hand that moves the whole universe, that hand is moved by a believer's prayer. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് ആ കരത്തെ ചലിപ്പിക്കാൻ കഴിയും. പത്രോസേ, നീ എന്തിനാ സംശയിച്ചത്? കം, ആ പടക് മറുകരെ. സ്തോത്രം, ഹല്ലേലൂയ. ഇനിയത്തെ ഏതാണെന്നറിയാമോ? 207. എത്ര മിനിറ്റ് ഉണ്ട് ദേവദാസിന്? ഏതായാലും ഇത്രയും തണുപ്പത്ത് വന്നില്ലയോ? ഇച്ചിരി വചനം കേട്ട് ചെറുതേം ചൂടായിട്ട് പോവാം. അന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് എമൗസിലെ കാര്യം പറഞ്ഞേ, അവൻ നമ്മോട് സംസാരിച്ച് തിരുവത്തലിൽ തെളിയിക്കും നമ്മുടെ ഹൃദയം. ആ ഫ്രോസൺ കണ്ടീഷനൊക്കെ അങ്ങ് മാറും. കർത്താവിൻ്റെ മക്കളെ, വചനം കേൾക്കാൻ നമ്മൾ ഇരിക്കാമെങ്കിൽ നമ്മൾ അമൃത് കഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനൊരു വാഞ്ചയുണ്ടായിരുന്നു. റോമാലേഖനം നിങ്ങൾ 1-ാം അധ്യായം വായിക്കുമ്പോൾ, അതുപോലെ 15-ാം അധ്യായം വായിക്കുമ്പോഴാണ്, നിങ്ങളെ നേരിൽ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അവിടേക്ക് വരുവാൻ ഇങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ചു, എന്നാൽ പല തടസ്സങ്ങൾ കൊണ്ട് ഇതുവരെ വന്നില്ല. ഞാൻ സ്പെയിനിലേക്ക് പോകുന്ന വഴിയിൽ നിങ്ങളെ കണ്ട് നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമിൽ പോയി അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിൽ സീസറിൻ്റെ ഇരിപ്പിടത്തിൽ പോയി വചനം പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം.
ഇപ്പോൾ ഇവിടെയെല്ലാം ഞാൻ ഫുൾഫിൽ ചെയ്തു, ഇനി കാത്തിരിക്കുന്നു. പക്ഷേ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നടന്നത് വേറൊരു വഴി കൂടെ ആയിരുന്നു. ടോട്ടലി അൻ അൺഎക്സ്പെക്റ്റഡ് പാത്ത്. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ ദൈവം പലതും സാധിപ്പിക്കുന്ന നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കണമെന്നില്ല. ദൈവത്തിൻ്റെതായ പ്ലാനുണ്ട്, അതിലങ്ങ് പോകണം. ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അപ്പനപ്പൂപ്പന്മാർ ജോസഫ്, യാക്കോബൊക്കെ രഥത്തിൽ പോയൊരു പാതയുണ്ടല്ലോ, ഫെലിസ്ത്യ ദേശത്തുള്ള ഒരു പാത, നല്ല രാജവീതി, അതിലെ എന്താ കൊണ്ടുപോകാഞ്ഞത്? കർത്താവിന് ആ വഴി അറിയാഞ്ഞിട്ടാണോ? അല്ല, അതിലെയല്ല കൊണ്ടുപോയത്. പിന്നെയോ കൊണ്ടുപോയാൽ എന്തു പറ്റും? നാളെ യുദ്ധം കാണുമ്പോൾ നേരെ തിരിച്ചിവിടെ വരും. അതുകൊണ്ട് ഒരൊറ്റ വിശ്വാസി പിന്മാറിപ്പോകുവാൻ ദൈവഹൃദയം ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും പുറപ്പെടുവിച്ചവൻ്റെ പ്ലാൻ അനുസരിച്ച് ലക്ഷ്യത്തിൽ എത്തണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് കടലിൻ്റെ ഇതിലേ കൊണ്ടുപോയി. ഫറവോൻ പറഞ്ഞു അവർ കുടുങ്ങി. അല്ലടാ, അവരല്ല, നീയാ കുടുങ്ങാൻ പോകുന്നത്. അവർ കുടുങ്ങത്തില്ല. കടലിൻ്റെ അവിടെ കൊണ്ടുവന്നു, കടൽ സ്പ്ലിറ്റ് ചെയ്തു. ആ ഭാഗം ഞാൻ വിടുന്നു. ഇവിടെ പൗലോസിൻ്റെ ഹൃദയവാഞ്ച ശാന്തമായിട്ട് ഏതെങ്കിലും കപ്പലിൽ കയറി അവിടെ പോകണമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും അല്ല നടന്നത്. പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു, കുറ്റവാളിയായി, വാദപ്രതിവാദങ്ങൾ നടന്നു. ഒരു പ്രത്യേക മോമെൻ്റ് വന്നു. സീസറിനെ ഞാൻ അഭയം ചൊല്ലുന്നു എന്ന് താൻ പറഞ്ഞു. ഐ അപ്പീൽ ടു സീസർ. പിന്നെ അവർക്ക് ശിക്ഷിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് പറഞ്ഞു, നീ കൈസറുടെ അടുക്കൽ പോകും, അതായത് റോമിൽ പോകും. നീ കൈസറുടെ അടുക്കൽ പോകും. എന്തിനാ? റോമനഗരം എല്ലാം കണ്ട് സന്തോഷിക്കാനാണ്. പിക്നിക്കിനൊന്നും പോയതല്ല. ബാൻഫിൽ പോകുന്നത് പോലെയും പിന്നെന്തുവാ വെർണോനോ ഇവിടെയൊക്കെ പോകുന്ന പോലെ കാണാൻ പോയതല്ല. ആ സിരാകേന്ദ്രത്തിൽ യേശുവിനെ ഉയർത്തണം. അന്നത്തെ അറിയപ്പെട്ട യൂറോപ്പിൻ്റെ സിരാകേന്ദ്രത്തിൽ മാസിഡോണിയയിലൊക്കെ ഈ ഭക്തൻ പോയി. ദൈവജനമേ, ഈ ആഗ്രഹം സാധിച്ചു. സീസറിൻ്റെ അടുക്കിലേക്ക് പോകാൻ പോകുക. 27-ാം അധ്യായത്തിലുണ്ട്. കപ്പൽ ആദ്യമേ അദ്രമുത്തി കപ്പലെടുത്തു, അതുകൊണ്ട് കുറേ ദൂരം പോയി. പിന്നെ ഒരു അലക്സാണ്ട്രിയ കപ്പൽ 27-ാം അധ്യായത്തിലുണ്ട്. ഇറ്റലിയിലേക്ക് പോകുന്ന അലക്സാണ്ട്രിയ കപ്പലിൽ കയറി. ആ കപ്പൽ പുറപ്പെടാൻ പോകുമ്പോൾ പൗലോസ് ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. ഇപ്പോൾ ഈ കപ്പൽ പുറപ്പെടരുത്, ഇത് ശരിയായ ടൈമല്ല, നിങ്ങൾക്കും കപ്പലിനും എല്ലാവർക്കും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നു. വെളിവുകേട് പറഞ്ഞതല്ല, ദൈവം കൊടുത്തൊരു മെസ്സേജായിരുന്നു. ആ കാര്യം കപ്പിത്താനോട് പറഞ്ഞു, ശതാധിപനോട് പറഞ്ഞു, പറയേണ്ടവരോടൊക്കെ പറഞ്ഞു. പക്ഷേ അവർ മറ്റു പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഈ പുള്ളിക്ക് കപ്പലിനെ കുറിച്ചും കടലിനെ കുറിച്ചും വലിയ പിടിയുള്ള ആളല്ല. പുള്ളിക്ക് കൂടി വന്നാൽ കൂടാരപ്പണി ചെയ്യാനൊക്കെ അറിയത്തുള്ളൂ, പിന്നെ വചനം പറയാനും അറിയാം. അതുകൊണ്ട് നിങ്ങളെന്തോ പറയുന്നു, വിട്ടോളാൻ പറഞ്ഞു. ഇപ്പം നല്ലതാണ്. മാനുഷികമായ ആലോചനയ്ക്ക് വണ്ടി വിട്ടു. നല്ല കാറ്റ്, എന്ന കാറ്റ്. ആ കാറ്റിൻ്റെ പേരെന്തുവായിരുന്നു? തെക്കൻ കാറ്റ്. എങ്ങനെയാ വരുന്നത്? ഇങ്ങനെ ഒഴുകിഞ്ഞ് വരികയല്ലേ കാറ്റ്. ഏത് ഡയറക്ഷനിൽ പോകണോ ആ ഡയറക്ഷനിലേക്ക് തള്ളുന്ന ഒന്നാന്തരം കാറ്റ്. നമ്മൾ ദൈവാലോചനയ്ക്ക് വിപരീതമായി നീങ്ങുമ്പോഴും ഒരു ചെറിയ പീരിയഡ്, ഫോർ എ സർട്ടൻ ടൈം തിങ്സ് വിൽ ഗോ വെൽ. ട്രെയിൻ ബ്രേക്ക് ചെയ്താലും പിന്നെ ഒരു 2 കിലോമീറ്റർ ഓടും. ഒരുപാട് വിശ്വാസികൾ ആ ഗ്യാപ്പിലായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തെക്കൻ കാറ്റ് മന്ദമായി അടിച്ചുകൊണ്ടിരുന്നു. കാര്യം സാധിച്ചല്ലോ, സന്തോഷം. ഇടയ്ക്ക് ഏറുകണ്ണിട്ട് പൗലോസിനെ തോന്നുന്നു, പുള്ളിയൊന്നും പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വായിച്ച ഈ ശാമുവേലൻ എന്ന കാറ്റടിക്കാൻ തുടങ്ങി. ആരാ? ജോബി. ഈ ശാമുവേലനാണോ വന്ന്? യൂറോക്ലൈഡോൺ കേട്ടാൽ തന്നെ പേടി വരും. യൂറോക്ലൈഡോൺ അവൻ കയറി അങ്ങ് അടി തുടങ്ങി. അയ്യോ! ദൈവദാസൻ, സഹപ്രവർത്തകർ പലരും യാത്ര ചെയ്യുന്ന കപ്പലിൽ ഇത്ര ഭയങ്കര കൊടുങ്കാറ്റ് അടിക്കുമോ? അടിച്ചല്ലോ. വിശ്വാസി ദൈവകൃപയിലും ഭക്തിയിലും വിശുദ്ധിയിലും ജീവിക്കുമ്പോൾ നമ്മുടെ നേരെ കൊടുങ്കാറ്റ് പോലെ ചില രോഗങ്ങളോ പ്രശ്നങ്ങളോ ഫൈനാൻഷ്യൽ ക്രൈസിസോ ഒക്കെ വന്നെന്നിരിക്കാം. അപ്പം ചിലർ പറയും, ഇവനെന്താ കുഴപ്പം ചെയ്തിട്ട അല്ല, ഇങ്ങനൊന്നും ഇഗ്നോർ ദം. ഒരു തെരുവുനാ കുരയ്ക്കുന്ന ശബ്ദത്തിൻ്റെ വാല്യൂവേ കൊടുക്കാവൂ. നീ പോ.
ഇത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഇടപാടാണ്. നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ദൈവദാസി പറയുന്നത് ഞാൻ കേട്ടതാ. മേരി കോവൂർ താവിന് വേണ്ടി ജ്വലിച്ച പ്രകാശ നിത്യതയിൽ പോയി വിശ്രമിക്കുന്നു. അവർക്ക് ആദ്യജാതനായ ഒരു കുഞ്ഞിനെ CSIയും എല്ലാം പട്ടത്തെല്ലാം വിട്ടേച്ച് ഇറങ്ങി വന്നു, പ്രസംഗിച്ച് നടക്കുക. ആദ്യജാതൻ കുഞ്ഞ് തല മത്തങ്ങയുടെ അത്രയുമുണ്ട്. അതിനെന്നാ മെഡിക്കൽ ടേം ഹൈഡ്രോഫെലാസിസോ അങ്ങനെ കണ്ടൊരു സൂത്രമാണ്. മത്തങ്ങ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. ആ തലയുമായിട്ട് ആ കുഞ്ഞ് നടക്കുന്നത് ഞാൻ സ്നാനപ്പെടാനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. പൊന്നു ദൈവമക്കളെ, ഈ കുഞ്ഞിന് 1 ഔൺസ് പാല് പോലും കൊടുക്കാനൊക്കെ അപ്പോഴേ വോമിറ്റ് ചെയ്യും. എല്ലാം കൂടും ഒരു വലിയ തലയുമായിട്ട്. ഒരു ദിവസം അവിടെ കിടത്തി, ഒരു പായ കിടത്തി. ഈ ദേവദാസി ഇവിടെ മുട്ടുമടക്കി കർത്താവേ, പിശാച് അടുത്തു വന്ന്, നിനക്ക് കിട്ടിയ പ്രതിഫലം കണ്ടോ? നീ അലറിക്കൊണ്ട് പ്രസംഗിക്കുന്നു, നാട് മുഴുവൻ ഓടുന്നു, നിനക്ക് കിട്ടിയ പ്രതിഫലം ദേ കിടക്കുന്നു. ഈ ദൈവദാസി സിംഹം പോലെ അങ്ങ് ചാടി. പിശാചേ മാറൻ്റെ മുമ്പിൽ നിന്ന്. ഇത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഇടപാടാണ്. നീ ആരാ ഇതിനകത്ത് തലയിടാൻ? അവനെ ശാസിച്ചു. കർത്താവാം അവനെ സൗഖ്യമാക്കി. അവൻ ന്യൂറോ സർജനായിട്ട് സെർവ് ചെയ്തു. അവനും മരിച്ചു, നിത്യതയിൽ പോയി. ഞാനും ദൈവവും തമ്മിലുള്ള ഇടപാടാണെന്ന് നമ്മൾ അറിയണം. എൻ്റെ ദൈവവും ഞാനും തമ്മിലുള്ള ഇടപാട്. അവൻ എന്തു വേണേ ചെയ്തോട്ടെ, പക്ഷെ പിശാച് വന്ന് രഹസ്യം പറയാൻ സമ്മതിക്കല്ലേ. അവനെ മാറ്റി നിർത്തേണ്ടിടത്ത് നിർത്തിയേക്കണം. ഈ കടലിൽ തിരയടിക്കാൻ തുടങ്ങി. 14 ദിനരാത്രങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രത്തെയോ കാണാൻ കഴിയാത്ത മൂടൽമഞ്ഞ്. തിക്ക് ഫോഗ് വന്നാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസമുണ്ടല്ലേ? ഇതങ്ങനെ തിക്ക് ഫോഗ്, ഒന്നും കാണത്തില്ല. ഈ കപ്പൽ കിടന്ന് കറങ്ങുക. ആ കടൽ അദ്രിയാക്കടലാണ്. അദ്രിയാക്കടൽ. അതിനകത്ത് 276 മനുഷ്യജീവികൾ. മരണം മുമ്പിൽ കാണുകയാണ്. കപ്പലിൽ നിന്ന് ധാന്യം എടുത്തു കളഞ്ഞു, അതിൻ്റെ നങ്കൂരം എടുത്തു കളഞ്ഞു, അതിൻ്റെ ടൂൾസ് എടുത്തു കളഞ്ഞു, ഭാരം കുറയ്ക്കാൻ നോക്കുന്നു, ശ്രമിച്ചു, മാറ്റിക്കെട്ടി അങ്ങോട്ട് വെച്ചു. എല്ലാ ശ്രമങ്ങളും വിഫലം. ഗോഡ് ഹാഡ് എ മിസ്റ്റീരിയസ് പ്ലാൻ. ദൈവത്തിന് എന്തോ ഒരു മാർമികമായൊരു പദ്ധതി ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ. ചിലതൊക്കെ നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല, ചില കാര്യങ്ങൾ മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷേ നമുക്കറിയാമല്ലോ ആരാ നടത്തുന്നവൻ. നമ്മുടെ ഈ കൊച്ചുങ്ങളെയും കൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പം ഇരിക്കുന്ന ഒന്നാമതിരിക്കുന്ന മോക്ക് അവൾക്ക് കോസ്കോയിൽ പാൻ അറിയാമോ, പിന്നെന്തോ മാർഷലോ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അവൾ മെഴുമെഴുക്കായിട്ട് ചാടി നിങ്ങളെ കാണുമ്പോൾ. കാരണം അവൾക്കറിയാം എൻ്റെ പപ്പ എൻ്റെ കൂടെയുണ്ട്, അല്ലെ എൻ്റെ മമ്മി കൂടെയുണ്ട്. യേശു കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും സഞ്ചരിക്കാം. എൻ്റെ വൈഫ് തണ്ട് അവിടെ ഇരിപ്പുണ്ട്, ഭയങ്കര ധൈര്യശാലിയാണ്. അപാര ധൈര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. കുറ്റിരുട്ടിൽ ഏത് കൊടുങ്കാട്ടിലൂടെ വേണേലും, ഏത് സ്ഥലത്ത് വേണേലും, ഏത് നട്ടപ്പാതിരാക്കി വേണേലും പോകും. അല്ലെ യോഗം കഴിഞ്ഞ് ചോദിച്ചു നോക്കൂ, അത്ര ധൈര്യമാണ്. ഒറ്റയൊരു കണ്ടീഷനുണ്ട്, ഞാൻ കൂടെ വേണം. അത്രയുണ്ട്, അതേ ഉള്ളു കണ്ടീഷൻ. യേശു കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണേൽ പോകരുതോ. യേശു കൂടെ. ആ ഭീകരമായ ദിനങ്ങൾ കഴിഞ്ഞു. അതിനകത്തൊരു ഭാഗമുണ്ട്. 14 ദിനരാത്രങ്ങളായി ഒരാൾ വന്നിറങ്ങുന്നു. ഹെലിപ്പാഡിലും കപ്പലിലും വന്നിറങ്ങുന്ന പോലെ, ഡെക്കിൽ വന്നിറങ്ങുന്ന പോലെ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എൻ്റെ അടുക്കൽ വന്നു. വിശ്വാസി ഏത് സാഹചര്യത്തിൽ എവിടെയാണെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. ആ ആഹാബ് എന്ന് പറഞ്ഞൊരു വേറൊരു പന്നസ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ഇസബേൽ. ഇവൾക്കറിയത്തില്ല ഏലിയാവ് എവിടെയാണ്. പക്ഷേ ദൈവം അയച്ച കാക്ക കറക്റ്റാണ് അവിടെ വരുന്നത്. ഒരു ദൈവ പൈതൽ എവിടെയുണ്ടെന്നുള്ളത് ദൈവത്തിന് നന്നായിട്ടറിയാം. ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിനറിയാം. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ദൈവത്തിനറിയാം. എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ചെയ്യണം? കാസ്റ്റ് ഓൾ യുവർ ബർഡൻസ് അപ്പോൺ ഹിം. സകല ഭാരവും യേശുവിൻ്റെ മേൽ. ഒരു ഹല്ലേലൂയ പറയാം. പൗലോസിന് ദൈവം സംസാരിച്ചു, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. ഭയങ്ങൾ മാറി, ചാഞ്ചല്യങ്ങൾ, ജീവനോടിരിക്കും എന്നുള്ള ആശ പോലും അറ്റ സമയത്താ. മൂടൽമഞ്ഞ് ഭീകരമായിരുന്നു.
പോൾ പിള്ളയുടെ ഡൽഹിയിലെ ചർച്ചിൽ ഒരു ഹൈന്ദവ സ്ത്രീ വിശ്വാസത്തിൽ വന്നു. അവളുടെ ഭർത്താവ് നിരീശ്വരവാദിയായിരുന്നു. അയാൾ ഇവരെ കൊണ്ടുവിടും, എതിർപ്പൊന്നുമില്ല. അങ്ങനെ അവർ വരും, അവരെന്നും പ്രാർത്ഥിക്കും, സഭ പ്രാർത്ഥിക്കും. പുള്ളി ഹെലികോപ്റ്റർ പൈലറ്റായിരുന്നു. അങ്ങനെ ഒരു ദിവസം പൈലറ്റ് ഹെലികോപ്റ്റർ എടുത്ത് കയറി ഒരു മലയിടുക്കിൽ കൂടെ അപ്പുറം കടക്കണം. ഭയങ്കര മൂടൽമഞ്ഞിനകത്തകപ്പെട്ടു. നടന്ന സംഭവം ബുക്കിൽ ഞാൻ വായിച്ച. മൂടൽമഞ്ഞിലൊക്കെ ഇതിൻ്റെ പ്രോപ്പർ ലെവൽ അടിക്കുമെന്ന് പുള്ളിക്കറിയത്തില്ല. ഒന്നും കാണാൻ വയ്യാതെയായി. പുള്ളി പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നവളാ, അവൾ പ്രാർത്ഥിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് എന്നെ വിടുവിച്ചാൽ ഞാൻ നിശ്ചയമായും ആ ദൈവത്തിൽ വിശ്വസിക്കും. പൊന്നു ദൈവമക്കളെ, മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മൂടൽമഞ്ഞ് മാറി. ഇയാൾ സേഫായി മറുകടന്ന് അടുത്ത ദിവസം ഭാര്യയോട് പറഞ്ഞു, എടി കുഞ്ഞെ, നമുക്ക് ഒരുമിച്ച് ആരാധനയ്ക്ക് പോകാം. കർത്താവിൻ്റെ ഓരോ വഴികൾ. ദൈവജനമേ, 14 ദിനരാത്രങ്ങൾ അദ്രിയക്കടലിൽ അലയുന്ന ദൈവദാസനും കൂടെയുള്ള 275 ആത്മാക്കളും അവിടെ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, നിന്നോടുകൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ പേരെ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു വന്നാൽ നമുക്കെന്തൊരു സന്തോഷമാണ്. ഒരാൾ നമ്മൾ വചനം പറഞ്ഞ് സ്നാനപ്പെട്ടാൽ എന്തൊരു സന്തോഷമാണ്. ഇത് 275 പേരെ ഞാൻ നിനക്ക് ഗിഫ്റ്റ് തരുന്നു. പിന്നെ 14 ഒരു മാസം വെള്ളത്തിൽ കിടന്നാലും കുഴപ്പമില്ല. 10 ആത്മാക്കളെ കിട്ടുമെങ്കിൽ ഏത് കഷ്ടം സഹിക്കാനും നമ്മൾ റെഡിയല്ലേ? അങ്ങനെ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴിക്കുക, ഭക്ഷണം കഴിക്കുക. പട്ടെടുത്ത് താൻ തന്നെ സ്തോത്രം ചൊല്ലി നുറുക്കി തിന്നു. അവരും തിന്നു, ബാക്കിയെടുത്ത് കടലിൽ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാമോ, നടുക്കടലിൽ ഈ കപ്പൽ ഉടഞ്ഞില്ല. അത് കരയോടടുത്തു. കരയിൽ വന്ന് അടിച്ച് കയറി. താൻ പറഞ്ഞത്, കപ്പലിനല്ലാതെ നിങ്ങളുടെ ഒരു തലമുടി നാരിന് കേടുവരികയില്ലെന്നാണ് പറഞ്ഞത്. അതുപോലെ സംഭവിച്ചു. കപ്പൽ അടിച്ചുടഞ്ഞ് കഷണങ്ങളായി അതിൻ്റെ പലകെ പിടിച്ചു. തിരമാലകൾ അവരെ ഒരു കരയിലേക്ക് കൊണ്ടുപോയി. ആ കരയുടെ പേരാർക്കും അറിയാം? അവരെത്തിയ കര മാൾട്ട, മെലീത്ത എന്ന്. മെലീത്ത എന്ന വാക്കിനൊരർത്ഥമുണ്ട്, അമ്മയെപ്പോലെ സ്നേഹം. വന്ന് കയറിയത് ഇവിടെ 14 ദിനരാത്രങ്ങളിൽ ഉഴന്നലഞ്ഞ് വലഞ്ഞ് മരണം മുമ്പിൽ കണ്ട് പട്ടിണി കിടന്ന ആ പ്രിയപ്പെട്ടവർ വന്ന് കയറിയത് എവിടെയാണ്? ദൈവമക്കളെ, നമ്മൾ അല്പനാൾ വേദനയോ സങ്കടമോ സഹിക്കേണ്ടി വന്നാലും ഗോഡ് വിൽ കോമ്പൻസേറ്റ് ഇറ്റ്. ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചൊരു പ്രോഗ്രാമായിരുന്നു, ഒരു ക്രൂസൈഡ്. 3 മാസത്തെ ക്രൂസൈഡ് ഈ മെലീത്തയിൽ നടത്തണമെന്ന് ദൈവം തീരുമാനിച്ചു. പൗലോസിനോട് പോലും പറഞ്ഞിരുന്നില്ല. സംഭവം അങ്ങോട്ട് നടന്ന് കരയ്ക്ക് കയറി വന്നു. അവരെ എങ്ങനെയാണ് സ്വീകരിച്ചെന്ന്? അവിടെ മുഴുവൻ ബാർബർമാർ, തലമുടി വെട്ടുകാരാ, മൊത്തം പേരും ആ ഒറ്റ ജോലിയുള്ളൂ അല്ലേ? സത്യമായിട്ട് ഒരാൾ വായിച്ചതാ. അവിടുത്തെ ബാർബർമാർ അസാധാരണത. ബാർബർ അല്ലാതെ ഈ പണി തന്നെയല്ല അവർ ചെയ്യുന്നത്. അവർ അസാധാരണതയെ കാണിച്ചു. വിറകെല്ലാം കൂട്ടി കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുത്തു. ഇവർ തണുത്ത് വിറച്ചിരുന്നു. പൗലോസ് നോക്കിയാൽ അതെന്തുവാ? അതൊക്കെ തമ്പുരാൻ്റെ മിസ്റ്റീരിയസ് വേ. പൗലോസ് ഒരു വിറകെടുത്ത് തീയിലിടാൻ നോക്കിയപ്പോൾ ആ വിറകിൽ പറ്റിയിരുന്നാണല്ലേ പൗലോസിനെ കടിച്ചു. വേറെ 275 പേര് നാട്ടുകാരും എല്ലാം ഇല്ലേ? ഒരൊറ്റയാളിനെ തൊടാതിരുന്നാണല്ലേ ആരെ കടിച്ചു? അതെന്താ അങ്ങനെ? നാട്ടുകാരെന്തോ പറഞ്ഞു? കൊലപാതകൻ. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും അയ്യോ, പുതിയ വെളിപ്പാടാ, ഭയങ്കര വെളിപ്പാടാ. അതൊരു ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇതാരെന്ന് നാട്ടുകാർക്കറിയത്തില്ല. ഈ വന്നു കയറിയത് ഒരു തടവുകാരനാണെന്നല്ലേ വിചാരം. പക്ഷെ കപ്പലിലുണ്ടായിരുന്നവരും കരയിലുള്ളവരും എല്ലാം ഇതൊരു ദൈവദാസനാണെന്ന് മനസ്സിലാക്കാൻ ഒരടയാളമായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ വരുന്ന വിഷയങ്ങൾ നാം ആരെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കും. ഹല്ലേലൂയ. ബാർബിക്യൂ കണ്ടിട്ടുണ്ടോ? സ്നേക്ക് ബാർബിക്യൂ കണ്ടിട്ടുണ്ടോ? പൗലോസ് ആൾക്കാരെല്ലാം കൂടി ഇരിക്കൽ ഈ കടിച്ച പാമ്പിനെ എടുത്ത അവറാച്ചൻ്റെ ദേഹത്തോട്ട് വലിച്ചെറിഞ്ഞോ? കുടഞ്ഞ് അങ്ങോട്ടിട്ടോ? അതിലിടേണ്ട ഒരു സ്ഥലമുണ്ടായിരുന്നു, തീയിലേക്ക് ഇട്ടു. ബാർബിക്യൂ. പൗലോസ് എന്ന ഭക്തനെ അണലി കടിച്ചാൽ ആര് ചാകും?
എന്തോ അറിയോ ഇതൊക്കെ വായിച്ച് നിങ്ങളങ്ങ് എൻജോയ് ചെയ്യണം. ഈ വചനമാണ് 27, 28 വായിക്കണം. പൗലോസ് എന്ന ദൈവദാസനെ അണലി കടിച്ചാൽ അണലിയേ ചാകത്തുള്ളൂ. അത് ബാർബിക്യൂവായി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഇതൊരു ദൈവദാസൻ. ദൈവജനമേ, പുബ്ലിയോസിൻ്റെ അപ്പൻ രോഗിയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മെലീത്തയിൽ ആദ്യമായിട്ടാണ് യേശു എന്നൊരു നാമം മുഴങ്ങിയത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിച്ചു. ചാടി എഴുന്നേറ്റു. പുബ്ലിയോസും കൂട്ടരുമെല്ലാം കൂടെ വന്നു. യോഗം തുടങ്ങി. 3 മാസത്തെ ക്രൂസൈഡ്. ആര് വിചാരിച്ചു 3 മാസം കൊണ്ട് നിശ്ചയമായിട്ടും ആ കപ്പലിലുള്ള മുഴുവൻ നിനക്ക് തന്നെന്ന് പറഞ്ഞത് അനുസരിച്ച് അവരെല്ലാം രക്ഷിക്കപ്പെട്ടു കാണും. അവരെക്കുറിച്ച് പറഞ്ഞത് കരയിലെത്തി രക്ഷപ്പെട്ടു. ഇനി രക്ഷിക്കപ്പെടണം. രക്ഷപ്പെട്ടവർ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട് നിശ്ചയമായൊരു സഭ അവിടെ തുടങ്ങിയിട്ടായിരിക്കും. 3 മാസം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പോകുന്നറിയാമോ? താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. ഞങ്ങൾക്ക് ആവശ്യമായിരുന്നതെല്ലാം കപ്പലിൽ ലോഡ് ചെയ്തു. എല്ലാം കടലിൽ കളഞ്ഞതല്ലേ. നഷ്ടമായതെല്ലാം നികത്തി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ നിർത്താൻ പോവുകയാണ്. നമ്മൾ ചിന്തിച്ച ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. സമുദ്രയാത്ര. ആ മുമ്പേ അച്ചാൻ്റെ കാര്യം, യോനാച്ചാൻ്റെ കാര്യം ഞാൻ പറയാൻ സമയമില്ല. അതിനി എന്തെങ്കിലും ആയിക്കോട്ടെ. സമുദ്രയാത്ര. കാറ്റുണ്ട്, കോളുണ്ട്, തിരയുണ്ട്, അപകടങ്ങളുണ്ട്, കപ്പൽ ചെതറുന്നു. പക്ഷേ ഒരൊറ്റയാളിൻ്റെ പ്രാണന് ഹാനി വന്നില്ല. നമ്മൾ ഈ യാത്ര തുടരുകയാണ്. ലോകമാം വൻകടലിൽ എന്ന് പറഞ്ഞ ദേവദാസി എഴുതിയ പാട്ടൊക്കെ ഉണ്ടല്ലോ. ഈ കടലിലൂടെ യാത്ര ചെയ്യുന്നു. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചെങ്കിൽ നമ്മെയും അവിടെ എത്തിക്കും. നമുക്ക് നമ്മുടെ യാത്ര തുടരാം. തിര വന്നോട്ടെ, കാറ്റോ കോളോ വന്നോട്ടെ, എവറിതിങ് ഈസ് അണ്ടർ ഗോഡ്സ് കൺട്രോൾ. നാം തന്നെ അവൻ്റെ കൈകളിലിരിക്കുന്നു. നാം നമ്മുടെ കർത്താവിൻ്റെ കൈകളിലിരിക്കുന്നു. നമുക്ക് നമ്മുടെ യാത്ര തുടരാം. കർത്താവ് വരും. നമ്മുടെ യാത്ര തീരും. നാം തീരത്തണയും.